Dr. P. Shaila or Mariamma doctor? Both of you are here. Yes. Shaila Please, doctor. please unmute. Okay. Thank you, Dr. Dhanesh. Thank you, Shalu Rajan. Thank you, Dr. Beatrix. Thank you for a very nice presentation. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 22 വെള്ളിയാഴ്ച IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1544 ദിവസം. ഇന്ന് നമുക്ക് മലയാളം സെഷനിൽ ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിനു വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ ഈ മലയാളം സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാറ് എത്തിയിട്ടില്ലേ? അതുകൊണ്ട് സാർ വന്നിട്ടുണ്ട്, ജസ്റ്റ് കയറിയതേ ഉള്ളേ. സാറ് എത്തുമ്പോഴേക്കും എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ IFP കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നമ്മൾ നടത്തുന്നുണ്ട്. ഈയിടെ കൊണ്ട് കഴിയുന്നിടത്തോളം പരമാവധി വീഡിയോസ് എല്ലാം അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പേര് മാത്രമാണ് ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഒരു മന്ത്ലി 500 രൂപയെങ്കിലും വെച്ച് തരികയാണെങ്കിൽ, IFPHന്റെ പേരിൽ തരികയാണെങ്കിൽ അത് IFPHന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വളരെ നന്നായിരിക്കും. കാരണം ഇനി നമുക്ക് നമ്മളുടെ 5ാം വാർഷികം വരുന്നുണ്ട്. അതുപോലെ തന്നെ 2000 ദിന ആഘോഷങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഗംഭീരമാക്കേണ്ടത് ഓരോ ഹോമിയോപ്പതി ഡോക്ടറുടെയും അല്ലെങ്കിൽ സ്നേഹിയുടെയും സാറ് എത്തിയിട്ടുണ്ട്. അത് ഒന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ മൈക്ക് ഷൈല ഡോക്ടറെ ഏൽപ്പിക്കുന്നു. നന്ദി ധനേഷ് ഡോക്ടറെ. നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി ഡോക്ടർ ബാലേന്ദ്രൻ സാറ് എത്തിയിട്ടുണ്ട്. മൃഗങ്ങളെ, പ്രത്യേകിച്ച് ആനയൊക്കെ വളരെ നിസ്സാരമായി ചികിത്സിച്ച് ഭേദമാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സാറിന്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനും മാജിക്കലായിട്ട് ക്യൂർ കൊടുക്കുന്ന ഡോക്ടറാണ്. എന്തായാലും സാറിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മളോട് പറയാനുണ്ടാവും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സാറിനെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ക്ഷണിക്കുന്നു. സാറെ, ക്ലാസ് തുടങ്ങും. എല്ലാവർക്കും ഇന്ന് കേൾക്കാമല്ലേ? കേൾക്കാം, കാണാം, കുഴപ്പമില്ല. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പലതും വിജയകഥകളാണ്. അപ്പൊ ഇന്നൊരു 2-3 പരാജയ കഥകളൂടെ പറയാമെന്ന് വെച്ച്. അപ്പൊ അതിനു മുമ്പ് ഒരു VIP ട്രീറ്റ്മെന്റ് കൂടെ പറയാം. VIP ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു MLA ഇവിടെ തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന്, ഇപ്പൊ പുള്ളി MLA അല്ല, ഇപ്പൊ ex-MLA ആണ് പുള്ളി. ഞാനും ക്ലാസ്മേറ്റ് ആണ്, ഒരു ഹോമിയോ ഡോക്ടറുമാണ് അദ്ദേഹം. ക്ലാസ്മേറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ വളരെ ഒരു അഭേദ്യമായ ബന്ധത്തിന്റെ ഒരു ഉടമകളാണ്. അത്ര ഒരു ഇതാണ്. ഇപ്പം പുള്ളി MLA ഒക്കെ ആയതിനു ശേഷം അതുവരെ പുള്ളി എങ്ങനെയെന്ന് വെച്ചാൽ, ഞങ്ങൾ ഡിസെക്ഷൻ ലാബിലൊക്കെ വരുമ്പോഴത്തേക്ക് പുള്ളി വളരെ ലീനായതുകൊണ്ട് ഈ പാൻറ്റൊന്നും ഇട്ടില്ലെങ്കിലും മുണ്ടെല്ലാം കൂടെ കൊടുത്തിട്ട് കൊക്കിന്റെ കാല് മറ്റേ ഞങ്ങൾ സാമ്യം പറഞ്ഞിട്ടുണ്ട് പലരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡോക്ടറാണ് എന്നിപ്പം പറയാൻ കൊല്ലം. ഇപ്പൊ ex-MLA അദ്ദേഹം കുറെ നല്ല MLA ആയതിനു ശേഷം നല്ല കാര്യമായി ആഹാരമൊക്കെ കഴിച്ച് അമിതമായി വണ്ണം വെച്ച് ആ അവസരത്തില് ഇപ്പം ഒരു പ്രാവശ്യം യാദൃച്ഛികമായിട്ട് ഞാൻ കണ്ടപ്പോഴും പറഞ്ഞ് വണ്ണമൊക്കെ കുറയ്ക്കണം. ഞാൻ പേരെടുത്ത് പറയണില്ല, നമ്മൾ ധനേഷ് സാർ പറഞ്ഞിട്ടുണ്ട് പേര് പറയരുതെന്ന്. അപ്പം ഞാൻ പുള്ളിയെ കണ്ടപ്പോഴും പറഞ്ഞ് ഇങ്ങനെ വണ്ണയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശമൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കൊരു സ്ട്രോക്ക് വന്ന് ശ്രീചിത്രയിൽ അഡ്മിറ്റായി. അപ്പം നമുക്ക് ശ്രീചിത്രയിലാണെങ്കിൽ നമുക്ക് തോന്നുന്ന സമയത്ത് കയറാനൊന്നും നോക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞിട്ട് തിരക്കൊക്കെ തീർന്നിട്ടൊന്ന് പോയി കാണാം. കാര്യം പഠിക്കുന്ന സമയത്ത് അത്ര ഒരു അഭേദ്യ ബന്ധമുള്ള ഒരു ആളാണ്. അപ്പം പുള്ളി ഏതായാലും പിന്നെ ഈ
ഈ നേതാക്കന്മാരുടെ തിരക്ക് കൊണ്ട് ശ്രീചിത്രയിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്താണ് അതിന്റെ പിറ്റേ ദിവസം ഞാൻ ചെന്നു. അപ്പം പോയപ്പോഴേക്ക് പുള്ളിയുടെ ഡ്രൈവർ എന്നെ കണ്ടോണ്ടേ പറഞ്ഞ്, ഞങ്ങളെ ചോറാണ് അകത്ത് കിടക്കുന്നത്, ഡോക്ടറെ ഇവിടുത്തെ ചികിത്സയെക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം ഡോക്ടർ കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു എന്താണ് സംഭവം എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് നേരെ അകത്ത് കയറിയപ്പോഴേക്ക് ഒരു കണ്ണ് കംപ്ലീറ്റ് അടഞ്ഞ് ഒരു സൈഡിലെ മൂവ്മെന്റുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചെറിയ കോടലായിട്ടോ ഒന്നുമില്ല. ഈ കണ്ണ് ഡ്രൂപ്പ് ചെയ്ത് തന്നെ കിടക്കും. അപ്പം പുള്ളിക്ക് ഈ ശ്രീചിത്രയിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ കോളേജിൽ വന്ന് എങ്ങനെയായാലും ഒരാഴ്ച കൂടുതലുണ്ട്. അപ്പൊ ആദ്യമേ തൊട്ട് ഈ ഒരു സിംറ്റമാണ് പ്രധാനമായിട്ട് കാരണം ഇങ്ങനെ ഡ്രൂപ്പിങ്. പിന്നെ ഞാൻ കയറി ചെന്നപ്പോഴേ ഈ ബന്ധത്തിന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറയും, നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ തന്നെ പറഞ്ഞു, എടാ മച്ചമ്പി നിന്റെ മോള് ഹോമിയോ ഡോക്ടറല്ലേ, അവളെടുത്ത് പറഞ്ഞു ഒരു ഡോസ് ജെൽസീമി എടുത്ത് കഴിക്കാറുണ്ട്. ഉടനെ പുള്ളി പറഞ്ഞത് വേണ്ട, നീ തന്നെ തന്നാ മതി എന്ന് പറഞ്ഞ് ആ ഡ്രൈവറെ കൂടെ എൻ്റെ കൂടെ വിട്ട് ഞാനിവിടെ നിന്ന് ജെൽസീമിയ 1 ഒരു 6 ഡോസ് കൊടുത്തിട്ട്, അത് ജർമ്മൻ തന്നെ കൊടുത്തിട്ട് പറഞ്ഞ് അതിന് 1 ഡോസ് ഇന്ന് ഇപ്പം ചെന്നെണ്ണ കൊടുത്ത് 1 ഡോസ് രാത്രിയും കൊടുത്ത് നാളെ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അയച്ചു. പിറ്റേ ദിവസം ഒരു 6-6:30 മണിയായപ്പോഴേക്കും എനിക്ക് ഫോൺ വരണത് പുള്ളിയുടെ കണ്ണ് തുറന്നെന്നാണ്. ഈ 6-7 ദിവസം തുറക്കാതിരുന്ന കണ്ണ് തുറന്നു. പക്ഷെ തുറന്നു കഴിഞ്ഞപ്പോഴാണ് വേറെ ഒരു പ്രശ്നമുള്ളത്. കണ്ണ് കോങ്കണ്ണായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു കണ്ണ് നേരെ നോക്കുമ്പോൾ ഒരു കണ്ണ് വലത്തോട്ട് തിരിഞ്ഞിരിക്കണം. അപ്പം ഞാൻ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിന്റെ ഡ്രൈവർ ഇങ്ങോട്ട് വിടും, ഞാൻ ഒരു മരുന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് കൊടുത്ത മരുന്ന് കോസ്റ്റിക്ക, അതും 1 കോസ്റ്റിക്കം കൊടുത്ത് പിറ്റേ ദിവസം കണ്ണിന്റെ ഡയറക്ഷൻ നേരെയായി. കാര്യം കണ്ണ് പ്രവർത്തിക്കാതെ ഒരാഴ്ച വരെ അത് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് കണ്ണ് കോങ്കണ്ണായി ഡയറക്ഷൻ മാറിയത്. അപ്പം അതിലും ഒരു വൻ വിജയം അതിൽ കിട്ടി. അപ്പം പുള്ളി MLA ആയതുകൊണ്ട് നമ്മളെ ഹോമിയോയുടെ കുറേ വ്യാധികളിൽ അറിയാം, ഈ വ്യാധികളിലെല്ലാം പുള്ളിയെ വിളിക്കുന്നുണ്ട്. പുള്ളിയെ കൊണ്ട് ഞാൻ നമ്മളെ കിഴക്കേക്കോട്ട ആശുപത്രിക്ക്, പുള്ളി അന്ന് ജില്ലാ പ്രസിഡന്റ് എന്തായിരുന്ന സമയത്താണ് പുള്ളിയെ കൊണ്ട് കിഴക്കേക്കോട്ട നമ്മളെ കൊല്ലത്ത് DMO ആയിട്ട് പരിചയപ്പെടുത്തി. അങ്ങനെ ആ കെയർ ഓഫിലും ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്ക് ഹോമിയോയ്ക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. കാര്യം ഹോമിയോ ഡോക്ടറെ പുള്ളി MLA ആയതുകൊണ്ട് ഹോമിയോ ഡോക്ടറായിരുന്നു, നല്ലൊരു പ്രാക്ടീഷണറാണ്. കാര്യം ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ വീട്ടിൽ ചെന്നാൽ പുള്ളിയെ തിരക്കി പേഷ്യന്റ് പഠിക്കുന്ന സമയത്തേ ഇരിക്കുന്ന ഒരു ഡോക്ടറും കൂടെയാണ് ഈ MLA. ലാസ്റ്റില് പുള്ളി ഓരോ വേദിയിലും പറയും, എൻ്റെ വികലാംഗത മാറ്റി തന്നത് ഇങ്ങനെ ഒരു ഡോക്ടറാണെന്ന്. ഡോക്ടറല്ല, എൻ്റെ ഒരു സുഹൃത്താണെന്ന് പറയും. അങ്ങനെ പല വ്യാധികളിലും പുള്ളി ഈ ഹോമിയോയുടെ പ്രാധാന്യം പറയുകയും ചെയ്തു. അറിയാവുന്ന നേതാക്കന്മാർക്കും എല്ലാം ഈ കിടന്ന കിടത്തെ അറിയാം. അങ്ങനെ ഒരു MLA ട്രീറ്റ്മെന്റ് ആണ് ആദ്യം നടത്തിയത്. ഈ MLA ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ഒരു പരാജയത്തിന്റെ കഥ കൂടെ പറയണം. കാര്യം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാറ്. പിന്നെ സാർ ഒരു 6 ഡോസ് അല്ലേ ആദ്യം ജെൽസീമിയ കൊടുത്തത്? അത് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അല്ലെ അത് സാധാരണ കൊടുക്കുമല്ലേ? അത് തന്നെ, അത് 6 കൊടുത്തോ? 6 കൊടുത്തു ഇല്ലേ? ഒരു ഡോസ് കൊടുത്തപ്പോൾ തന്നെ കണ്ണ് തുറന്നെങ്കിലും 6 ഡോസ് ഫുള്ളായിട്ട് ഇത്. പിന്നെ പുള്ളിയുടെ മകള് ഹോമിയോ ഡോക്ടറാണ്. പിന്നെ ഞാൻ പറഞ്ഞു പുള്ളി അത് ജർമ്മൻ വാങ്ങിക്കാണ്, ഞാൻ തന്ന ജർമ്മനാണ്, ജർമ്മൻ തന്നെ വാങ്ങിച്ച് കഴിച്ചോളണം, ഒരു 20 ദിവസത്തെ കാപ്പി കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ പുള്ളി വളരെ ഹാപ്പി ആയിട്ട് കഴിച്ച് തീർത്തു. 6 ഡോസും കഴിച്ച്. കാര്യം പുള്ളി എന്നേക്കാൾ മിടുക്കനായ ഒരു ഹോമിയോ ഡോക്ടറാണ്. കോസ്റ്റിക്ക് എത്ര ഡോസ് കൊടുത്തു? എനിക്ക് സത്യം പറഞ്ഞാൽ ഓയിൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ പുള്ളി BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഓയിൻമെന്റിന്റെ പ്രിപ്പറേഷനൊക്കെ നമ്മളെ ഫാർമസി പറയുന്നതിനേക്കാൾ ഈസി ആയിട്ടാണ് പുള്ളി കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഏത് മരുന്നും നമുക്ക് ഓയിൻമെന്റ് ആക്കി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടിയത് തന്നെ പുള്ളിയുടെ കയ്യിൽ നിന്നാണ്. പുള്ളിക്ക് നല്ല പേഷ്യൻ്റാണ്. പക്ഷെ ഇപ്പം പിന്നെ ഈ രാഷ്ട്രീയമൊക്കെ വന്നതിന് ശേഷം പുള്ളിക്ക് ഒന്നും ചെയ്യാൻ വെക്കാത്ത ഒരു സ്റ്റേജ്. പാറശാല MLA ആണ്, ഇപ്പൊ ex-MLA. AT ജോർജ് എന്ന് പറയില്ല, അതായാലും കുഴപ്പമുണ്ടാക്കില്ല പുള്ളി. AT ജോർജ് MLA കാര്യമാണ് ഈ പറഞ്ഞത്. പഠിക്കുന്ന സമയത്ത് ഞങ്ങള് വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഇപ്പോഴും. അങ്ങനത്തെ അപ്പം പുള്ളിയുടെ അതിൽ നിന്ന് ഞാനൊരു കാര്യം ഞങ്ങളെ ഒന്നിച്ച് വളരെയധികം യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പേവിഷബാധ പുള്ളിയുടെ കൂടെ പോയി കാണേണ്ടി വന്നു. അങ്ങനെ ഞാൻ പേവിഷബാധ ആദ്യമായി കണ്ടത് പുള്ളിയുടെ കൂടെ പോയപ്പോഴാണ്. പുള്ളിയുടെ വളരെ സുഹൃത്ത്, പാറശാലയുള്ള തന്നെ ഒരു സുഹൃത്ത്, ഒരു കാരണവുമില്ലാതെ പുള്ളിക്ക് പേവിഷബാധ വരാൻ ഒരു കാരണം അവരാരും കണ്ടില്ല, കൂട്ടുകാരും കണ്ടില്ല.
അപ്പം കാണാതിരുന്ന ആ സമയത്ത് പിന്നെ പുള്ളിയുടെ ഈ റൂട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പുള്ളിക്ക് അതിൻ്റെ ആക്റ്റീവ് ഫേസിലോട്ട് ആയി കഴിഞ്ഞു. പിന്നെ ആർക്കും രക്ഷിക്കാൻ ഒക്കാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ ജോർജ് പറഞ്ഞ് പുള്ളി പണ്ടൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ഈ തിരുവനന്തപുരത്തിനടുത്ത് തമിഴ്നാട്ടിലൊരു മണ്ടയ്ക്കാട് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിടിക്കുന്ന മത്സ്യം അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു ഏർപ്പാടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ആ അമ്പലത്തിൽ ഇവര് പാറശാലയുള്ള കുറേ സുഹൃത്തുക്കളെല്ലാം കൂടെ എല്ലാം ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് പോയത്. ഈ പോയവരെല്ലാവരും അവിടെ ചെന്ന് മീനൊക്കെ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരുന്നതല്ല. അപ്പൊ ഇവിടെ ഡോക്ടർമാർ അന്വേഷിക്കുകയാണ് ഇങ്ങനെ പേവിഷബാധ വരാനൊരു കാരണം അന്വേഷിക്കുകയാണ്. അപ്പോൾ ജോർജ് മനസ്സിലാക്കി ഒരു സംഭവം, ഈ അവിടെ നിന്ന് മത്സ്യം വാങ്ങിച്ച് അതിനെ പ്രിപ്പയർ ചെയ്യാൻ അതിനെ വെട്ടിയൊക്കെ നേരെ അതിനെ നുറുക്കിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു പട്ടി വന്ന് അതിൻ്റെ ഒരു കുഞ്ഞു പട്ടി വരെ ആ കുഞ്ഞു പട്ടിയെ ഓട്ടിക്കാനായിട്ട് പുള്ളി കയ്യിൽ പിച്ചാത്തി വെച്ച് ഇങ്ങനെ തട്ടി നീക്കുന്ന സമയത്ത് അതിൻ്റെ തള്ളപ്പട്ടി അതിൻ്റെ അമ്മപ്പട്ടി ഒരു കടിയല്ല ഒന്ന് പിടിക്കുക എന്തോ ചെയ്ത് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. സത്യം പറഞ്ഞാൽ അതിൽ നിന്നായിരുന്നു ഈ പേവിഷബാധ. വളരെ അടുത്ത സുഹൃത്ത്, എൻ്റെയും അടുത്ത സുഹൃത്തായിരുന്നു. അപ്പം ആ സംഭവം കണ്ട് ഇരുന്നത് കൊണ്ട് അതങ്ങനെ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് വേറെ ഒരാളിനെ രക്ഷിക്കാൻ കഴിയും. ഞാൻ പുതുശ്ശേരി മല ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ ജോലി ചെയ്യണം 93 കാലഘട്ടത്തിൽ. ഒരു നല്ല സ്റ്റേണായ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു എക്സ് സർവീസാണ്, പട്ടാളത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി കേരളത്തിൽ വന്ന് പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂർ ആ ഭാഗത്ത് എവിടെയാണ് പുള്ളിയുടെ വീട്. പുള്ളി അവിടെ നിന്ന് നല്ല കാര്യമായി ഒരു ഡയറി നടത്തും. ഡയറി നടത്തുമ്പോൾ അറിയാനില്ല, അവിടുത്തെ പുള്ളി പട്ടാളത്തുകാരന് നല്ല ആരോഗ്യവാനായിട്ട് വേറെ സ്റ്റാഫൊന്നുമില്ല, പുള്ളി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു ശരീരത്തിന് എന്തോ ഒരു അപാകത തോന്നിയിട്ട് വീണ്ടും അവിടുത്തെ ആയുർവേദ ആശുപത്രിയിൽ പോയി. എന്തോ ഒരു പേര് ഞാൻ അടുത്ത് പറയണില്ല. അവിടുത്തെ ഒരു ആയുർവേദ പ്രമുഖമായ ഒരു ആയുർവേദ ആശുപത്രി ഗവൺമെന്റിലുണ്ട്. എന്ന് വെച്ചാൽ അവിടെ അലോപ്പതിയും ആയുർവേദവും രണ്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ്. അപ്പൊ ഈ ഡോക്ടർമാരെ ചികിത്സിച്ച് കുറവ് കിട്ടാത്തത് കൊണ്ട് നേരെ പുതുശ്ശേരി മലയപ്പം ഇരിക്കുന്ന സമയത്ത് അവിടെ ഒത്തിരിയും പേഷ്യന്റ് വരണതുകൊണ്ടും ഹാർട്ടിനൊക്കെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു വ്യാജ വാർത്ത പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഈ പട്ടാളത്തിന് നല്ല സ്റ്റേണായിട്ടുള്ള ഒരു 6 അടി പൊക്കമൊക്കെ ഉള്ള ഒരു നല്ല ബിൽഡുള്ള ഒരു മനുഷ്യനെ കൊണ്ട് വന്നിരുത്തിയിട്ട് ഇങ്ങനെ വിവരം പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ രൂപമൊക്കെ കണ്ട് എനിക്ക് ഡയഗ്നോസ് എല്ലാം ഇങ്ങനെ ഓർക്കാനും പറഞ്ഞ് ഇതെല്ലാം ഉണ്ട്, ഒരു അൺഈസിനെസ് ഒക്കെ പ്രകടമായപ്പോൾ അപ്പൊ ഈ ജോർജിന്റെ ആ പേഷ്യന്റിനെ കണ്ട ഒരു ഓർമ്മയിൽ ഞാൻ എൻ്റെ മേശപ്പുറത്ത് കിടന്ന ഒരു ചെറിയ ഒരു കല്യാണ ലെറ്റർ എടുത്ത് ഈ പേഷ്യന്റിന്റെ മുഖത്തോട്ട് വീശി ഉടനെ തന്നെ യഥാർത്ഥത്തിൽ ആ സ്പാസ്മോഡിക് പെയിൻ വന്ന് പുള്ളി അവിടെ നിന്ന് വയലന്റ് ആയി. ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്ക് വെള്ളം കൊടുത്താൽ കുടിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം ഞാൻ തീരുമാനിച്ച് ഇത് ഏതായാലും പേ ആണെങ്കിൽ വെള്ളം കണ്ടപ്പോൾ അത് ഇതേപോലെ ശ്വാസം വന്നങ്ങ് മാറും. ഈ നേരത്തെ ഈ ജോർജിന്റെ കൂടെ നിന്നത് കണ്ടിട്ടുള്ളതിൻ്റെ അതുകൊണ്ട് ഞാൻ കൺഫേം ചെയ്ത് ഇത് ടെറ്റനസിന്റെ തന്നെയാണ് എന്നുള്ളതിൽ ഞാൻ നേരെ നമ്മളെ മരുന്നിൽ ജെൽസീമിയം പിന്നെ ഏതായിരുന്നാലും തൂജയും ഒരു സ്റ്റാർട്ടിംഗ് ഡോസ് പോലെ കൊടുത്തിട്ട് ജെൽസീമിയം കൊടുത്ത് വിട്ടിട്ട് ഞാൻ പറഞ്ഞ് എന്തെങ്കിലും കൂടുതലായിട്ട് കാണിക്കണമെങ്കിൽ എന്തെങ്കിലും ഇത് കൊടുത്ത്. അപ്പം ഞാൻ ജെൽസീമിയം കൊടുത്ത് അവിടെ കുറച്ചു നേരം ഇരുത്തിയിരുന്നപ്പോൾ ഈ വയലന്റ് നേച്ചറൊക്കെ അങ്ങ് മാറി. പിന്നെ വൊമിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പിക്കാക്ക് കൊടുക്കാനായിട്ട് ഇപ്പിക്കാക്ക് SL അതും കൊടുത്തു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഇവിടെ നിന്നതിൻ്റെ എല്ലാം ജർമ്മൻ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് അറിഞ്ഞ വാർത്ത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വീണ്ടും അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അസുഖത്തിന്റെ ഒരു സംശയമുണ്ട്, ഇത് രാത്രിയിൽ വയലന്റ് ആവാൻ ഒരു ഡാർക്കായിട്ടുള്ള റൂമിൽ കിടത്തണം, വെട്ടം ഒട്ടും അടിക്കരുത്, ഇതെല്ലാം പറഞ്ഞ് കരുതി വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഫോണും വന്ന് ഈ മൊബൈലൊന്നുമില്ല, വീട്ടിൽ വിളിച്ച് പറഞ്ഞ് വളരെ സൈലന്റ് ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ രാത്രി വീണ്ടും എന്തോ ലൈറ്റ് ഇട്ടപ്പോൾ ഇതേപോലെ ഒരു ശ്വാസം വന്ന് വയലന്റ് ആയതോടുകൂടി പുള്ളിയെ ഞങ്ങൾ ഓമല്ലൂരുള്ള ആശുപത്രിയിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തു. ഞാൻ ഉടനെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞെന്നാൽ ഇത് ഓമല്ലൂരിലെ ആശുപത്രിയിൽ ഒന്നും പോകില്ല, അവർ ഈ അസുഖം പോലും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, പുള്ളിക്ക് ടെറ്റനസിന്റെ കംപ്ലൈന്റ് ആണ്. അങ്ങനെ പറഞ്ഞ് പക്ഷെ
ഇവര് ആ ആശുപത്രിയിൽ ഒരു 7 or 8 ദിവസം ചികിത്സിച്ച് അവിടെ കിടന്ന് വയലന്റ് സ്പാസമായി അവിടെ നിന്ന് മരിച്ചു. അപ്പൊ അങ്ങനെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയാത്ത ഒരു അസുഖത്തിന്റെ കൂട്ടത്തിൽ ഞാൻ ഇന്നും അത് ഓർമ്മിക്കുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള ഒരു കാര്യം. ഇനി അടുത്ത ഒരു പരാജയം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഹോമിയോ ഇത്രയും പേരെ ഇത്രയും രക്ഷപ്പെടുത്തണമെന്ന് നമുക്ക് തന്നെ ഒരു ഹൂങ്ക് വരും, നമ്മളെ കയ്യിൽ എല്ലാം നിൽക്കുന്നു. പക്ഷെ ഒന്നും അല്ല എന്നുള്ള ഒരു സംഭവമാണ് ഇനി അടുത്ത പറയാനുള്ളത്. ISROയിലെ ഒരു സയന്റിഫിക് ഓഫീസറും തിരുവനന്തപുരത്ത് ഒരു പ്രമുഖമായ ഒരു ട്യൂട്ടോറിയൽ കളയിലെ ഫിസിക്സ് പ്രൊഫസറുമായ ഒരു അധ്യാപകന്റെ കഥയല്ല, ഒരു നടന്ന സംഭവം. നടന്ന ഈ അടുത്ത സമയത്ത്, വളരെ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു മരണ വീട്ടിൽ വെച്ച് ഞാൻ കാണുന്നു. എൻ്റെ ഒരു റിലേറ്റീവും കൂടെയാണ്. ഞാൻ കാണുന്ന സമയം പുള്ളി വളരെ വളരെ ആക്റ്റീവായിരുന്ന ആള്. എന്ന് വെച്ചാൽ അതിന്റെ ഒരാഴ്ച മുമ്പും വീട്ടില് കാർ ഓടിച്ചു വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയ മനുഷ്യൻ ഈ നടത്തയ്ക്കൊരു വലിയ പ്രയാസമുണ്ട്. പിന്നെ ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല. അണ്ണാ ആ നടത്ത കണ്ടോണ്ട് തന്നെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, അണ്ണാ ചെരുപ്പ് കാലിൽ കിടക്കണുണ്ടാകുന്നു. പറഞ്ഞു ഇല്ല തമ്പി. അപ്പൊ എന്നെ പെറ്റിനെ മാറ്റി വിളിക്കുന്ന തമ്പി ഇല്ല തമ്പി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അണ്ണാ ഒരു ബ്രെയിൻ സ്കാൻ ചെയ്ത് നോക്കണം. ബ്രെയിനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെപ്പോഴാണ് ഈ കാലിന്ന് ചെരുപ്പ് തെറിക്കുന്നത്. സംസാരത്തിന് ചെറിയ സ്ലറിങ് ഉണ്ട്. അപ്പൊ ഏതായാലും ഒന്ന് ബ്രെയിൻ MRI നോക്കണമെങ്കിൽ MRI കുറിച്ച് കൊടുത്ത് MRI കുറിച്ച് കൊണ്ട് തിരിച്ച് വന്ന്, ചുരുക്കി പറഞ്ഞാൽ പുള്ളിയും എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് പുള്ളിയും വളരെ ഇതായിട്ട് പ്രതികരിച്ചില്ല. ഇതൊക്കെ ഇനി ജീവിതം ഇത്രയേ ഉള്ളൂ എന്നുള്ള മട്ടിലായി. പക്ഷെ എനിക്കതിൽ ഭയങ്കര വിഷമമായിരുന്നു. കാര്യം നമുക്കിപ്പം ചെയ്യാവുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോ അതിലും ബിയോണ്ടാണ്. അപ്പൊ നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. ഞാൻ പതുക്കെ പുള്ളിയെ മകൻ വെളിയിലാണ്, മകന്റെ അടുത്ത് വിളിച്ച് കാര്യം പറഞ്ഞു. പിന്നെ പുള്ളിയുടെ കൂടെ പഠിച്ചതാണ് RCCയിലെ മെയിൻ ഡോക്ടർ. പിന്നെ അവൻ ഈ MRI റിപ്പോർട്ട് കൊണ്ട് കാണിച്ചോണ്ടേ ആ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛനെ ആണെങ്കിൽ ഞാൻ ഇതിൽ യാതൊന്നും ചികിത്സിക്കില്ല, 1 മാസം നിങ്ങൾ സഹിക്കുക, 1 മാസം ആള് പോകും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി അവിടെ ട്രീറ്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ റിപ്പോർട്ട് അത്രയും ഞാനാണ് ഇത് പറഞ്ഞു കൊടുത്തോണ്ട് എൻ്റെ വന്നപ്പോ ഞാൻ നേരെ ഈ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി എടുത്ത് എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ മകൻ ഒരു ഓങ്കോളജിസ്റ്റാണ് പാലയിൽ, പുള്ളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ്, ഇതിന് റേഡിയേഷൻ സർജറി എന്ന് പറഞ്ഞ് 10-65 ലക്ഷം രൂപയുടെ ഉണ്ട്. എങ്കിലും ഇത് ചെയ്തിരുന്നാലും 1 മാസത്തിൽ കൂടുതൽ ഇരിക്കില്ല. കാര്യം നമ്മൾ മരുന്ന് കൊടുക്കുന്നതിന്റെ ഇത് പുള്ളിക്ക് അറിയാം. പുള്ളി പറഞ്ഞ അങ്കിളിന്റെ മരുന്ന് വല്ലതും കൊടുത്ത് പറഞ്ഞയക്കുക, അതിന് വേറെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണ്ട എന്ന് പറഞ്ഞ് ഞാനപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മളെ തൂജോപ്പതി എന്നെ ആദ്യം തുടങ്ങി. തൂജ ആദ്യം കാഴ്സിനോസിൻ കൊടുത്ത്, കാര്യം ക്യാൻസർ ആണെന്നുള്ള വ്യക്തമായി. പക്ഷെ അതിൽ ഒരു അപാകത പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അലോപ്പതിയിൽ പറഞ്ഞതെന്ന് പറയുന്നത് ലങ്സിൽ അതിന്റെ പ്രൈമറി സൈറ്റും സെക്കൻഡറി സൈറ്റാണ് ബ്രെയിനിന്റെ ബേസിൽ. ബ്രെയിനിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഹാർഡ് പാലേറ്റിന് അകത്തായിട്ടാണ് ഈ ട്യൂമർ വളർന്നിട്ടുള്ളത്. വെളിയിൽ മുകളിലോട്ട് റേഡിയേഷനോ ഒന്നും കൊടുക്കാനൊക്കില്ല. റേഡിയേഷനോ വല്ലതും കൊടുക്കണമെങ്കിൽ ലോവർ ജാ എടുത്ത് കളയണം, ടങ് എടുത്ത് കളയണം. ആ സ്റ്റേജിൽ ഒന്നും ചെയ്യേണ്ടെന്നാണ് ഈ ഡോക്ടർമാർ പറഞ്ഞത്. 1 മാസത്തേക്ക് സഹിക്കുക എന്നുള്ള ഒരു ഇതിലാണ് വിട്ടത്. പക്ഷെ നമ്മളെ മരുന്നുകൊണ്ട് 7 മാസം പുള്ളി ജീവിച്ച് അവസാനം എനിക്ക് തന്നെ നമ്മളെ ഒരു ഹോമിയോ ഒരു ഫിസിഷ്യൻ ഗ്രൂപ്പല്ല, ഒരു KGRHMO എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലുള്ള ഒരു ഫ്രാൻസിസ് ഡോക്ടർ ഉണ്ട്. ഞാൻ ഡോക്ടറെ ഇതിനെ പറ്റി സംസാരിക്കാൻ പുള്ളി മോസ്ക് 3x അയച്ചു. സൈലന്റ് ആയിട്ട് ആള് പോകും, ഒരു ശല്യം ഇല്ല എന്നുള്ളത് പിന്നീട് ഞാനത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവസാനം ഞാൻ കൊടുത്ത റെമഡി അതാണ്. മോസ്ക് 3x എന്ന് വെച്ചാൽ പുള്ളിക്ക് പാകിസ്ഥാനിലെ ഒരു ഡോക്ടർ, പുള്ളി വെളിയിലൊക്കെ ഒരുപാട് ഇരുന്നിട്ടുള്ള ആളാണ്, കൈസർ ജോർജ് സാറിന്റെ ഒക്കെ ബന്ധുവും കൂടെയാണ്. പുള്ളി എനിക്ക് അയച്ചു തന്നു. ഞാൻ അവസാനം എന്ന് വെച്ചാൽ പുള്ളി കഷ്ടപ്പെടാതെ പോട്ടെന്ന് വെച്ചാൽ ഒരു ഛർദിൽ വരികയോ അങ്ങനെയുള്ള യാതൊന്നും വന്നില്ല. യാതൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെത്തിന്റെ സിംറ്റം ഒന്നുമില്ല. രാവിലെ ഒരു നോസിയ ഉണ്ടായിരുന്നു, വൊമിറ്റ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞെന്ന് അതൊക്കെ കണ്ണടച്ച് ആള് പോവുകയും ചെയ്തു. അപ്പം നമ്മളെ കാർബോവെജും ആഴ്സാൽബും എല്ലാം നമ്മൾ ലാസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് പോലെ അതിനേക്കാൾ വളരെ സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു മരുന്നാണ് മോസ്ക് 3x. അത് അദ്ദേഹം എനിക്ക് അയച്ചു തന്ന് ഇപ്പോഴും എൻ്റെ കയ്യിൽ അതിന്റെ ബാക്കി ഇരിപ്പുണ്ട്. ഇനി അടുത്ത പേഷ്യന്റിനെ കാത്തിരിക്കുകയാണ് മരുന്ന്. ഇതേപോലെ സൈലന്റ് ആയിട്ട് പോകണ ആരെങ്കിലും ഉണ്ടായി കൊടുക്കാന്നുള്ള പ്രതീക്ഷയിൽ. ഇവിടെ കിട്ടൂലേ സാർ? ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇത് പുള്ളിക്ക് പാകിസ്ഥാനിലെ ഒരു ഡോക്ടർ, നല്ല ഡോക്ടറാണ്. പുള്ളിക്ക് ഇപ്പൊ പ്രാക്ടീസ് ഇല്ല. നമ്മളെ എന്ത് സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. പുള്ളിക്ക് എന്തെങ്കിലും ആരെങ്കിലും മരുന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഈ മരുന്ന് പുള്ളിക്ക് അന്ന് ഒരു പാകിസ്ഥാനിലെ ഡോക്ടർ വെളിയിൽ വെച്ച് കൊടുത്തതാണ്.
ആ മരുന്നിന്റെ ബാക്കി ഇരിക്കുന്നതാണ് എനിക്ക് തന്നത്. പക്ഷെ വളരെ എഫക്റ്റ് ആയിരുന്നു. ഒരു ചാബല്യമില്ലാത്ത മാസ് പ്രിയസിൽ പറഞ്ഞതുപോലെ സൈലന്റ് ഡെത്ത് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു. അപ്പൊ നമ്മളെ ഹോമിയോയിൽ ഇങ്ങനെയൊക്കെ മരണം കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരിതാണ്. മാസ്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കസ്തൂരിമാന്റെ കഴുത്തിന്റെ താഴെ 2 ഗ്ലാൻഡ് കിടക്കുന്ന, ആ ഗ്ലാൻഡിൽ നിന്ന് എടുക്കുന്ന ഒരു ചുവപ്പ് രക്തത്തിന്റെ കളറിലുള്ള ഒരു സാധനമാണ് ട്രൈച്ചുറേറ്റ് ചെയ്ത് നമ്മൾ ഈ മരുന്നാക്കുന്നത്. ഇപ്പോഴും എന്നിട്ട് ഇവിടെ പുള്ളിക്ക് എത്തിയിട്ടില്ല അല്ലേ? ഇപ്പോഴും ആ മരുന്ന് ഇവിടെ അവൈലബിൾ അല്ല ഇപ്പോഴും. ഉണ്ട്. ഇന്ത്യൻ കിട്ടും, പിന്നെ വെളിയിലത്തെ മരുന്നും കിട്ടും, 3 years കിട്ടും. പക്ഷെ പുള്ളി ഇത് ഉപയോഗിച്ച് നല്ല ഒരു ഇതുള്ളത് കൊണ്ട് പറഞ്ഞാൽ ബാക്കി ഇരിക്കുന്ന മരുന്ന് ഞാൻ ബാലന് അയച്ചു തരാന്ന് പറഞ്ഞ് അങ്ങനെ അയച്ചു തന്നതാണ്. അത് അങ്ങനെ ഒരു നല്ല ഒരു വിജയം പുള്ളിയെ പറഞ്ഞയച്ച ഒരു പരാജയമാണെങ്കിലും, കാര്യം ഞാൻ പരാജയം എന്ന് പറഞ്ഞത് ഞാൻ കൊടുത്തിട്ടുള്ള ഒരുപാട് അസുഖങ്ങളില്ല. അപ്പൊ ഇത് ഇവര് പറഞ്ഞെന്ന് പറയണത് ഇത് ലങ്സിലെ പ്രൈമറി സൈറ്റ് എന്ന് സെക്കൻഡറി സൈറ്റിലാണ്. അപ്പം ഞാൻ എന്നിട്ടും പിന്നെ അവരുടെ അടുത്ത് അവരുടെ മക്കളുടെ അടുത്ത് തന്നെ പറയണം, അതിനെ നോക്കണവരുടെ അടുത്ത് പറയുന്നുണ്ട്, ചുമയില്ല, ഛർദിയില്ല, ഒരു തൊണ്ട പോലും അനക്കണ ഒരു സിംറ്റം ഇല്ല. അത്ര ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന ഈ പ്രൈമറി സൈറ്റ് ലങ്സിലാണ്. ലങ് ക്യാൻസർ നമ്മൾ പലവരും ചികിത്സിച്ചിട്ടുള്ളതിൽ ചുമയാണ് അതിന്റെ പ്രധാനം. ചുമയും ബ്ലീഡിങ് എന്ന് വെച്ചാൽ ഹെമാറ്റാസിസ് തന്നെയാണ് കൂടുതലായിട്ടും ലങ് ക്യാൻസറിൽ കാണുന്നത്. ഇത് പുള്ളിക്ക് ഒരു ചുമ പോലും വന്നിട്ടില്ല. ഈ 7 മാസം ജീവിച്ചിരുന്നിട്ട് ഒരു ചുമ പോലും വന്നിട്ടില്ല. ആ മനുഷ്യനെയാണ് ഇവർ പറഞ്ഞത് പ്രൈമറി സൈറ്റ് ലങ്ങിലാണ്. അതേസമയം നമ്മൾ ഈ തൂജയും കൊണിയവും പെപ്പാർ സൾഫും എല്ലാം കൊടുത്ത് നോക്കിയിട്ടും 3.5 നിന്ന് 4.4 വരെ ആയത് മുകളിലോട്ട് പോയതല്ലാതെ താഴോട്ട് വന്നില്ല. ഈ മുകളിലോട്ട് ഈ എപ്പിസ് കൊടുക്കുന്നതോടുകൂടി ആ നീര് പറ്റുമ്പോൾ പുള്ളി ആക്റ്റീവ് ആവും, ചിരിക്കും, സംസാരിക്കും, എഴിച്ച് നടക്കുന്നതെല്ലാം ചെയ്യും. കുറെ നേരം കഴിയുമ്പോൾ വീണ്ടും ആ ഏരിയയിൽ ഇടിമാറ്റസ് ആവണ സമയത്താണ് പുള്ളി വീണ്ടും പഴയതുപോലെ സംസാരം പോയി എല്ലാം പോയി കാലും കൈയൊന്നും അനങ്ങാതെ ആ ഒരു സ്റ്റേജ് ആവണം. അപ്പം ഇങ്ങനെയും നമുക്ക് ഉള്ള ഒരു അനുഭവമാണ് ആ ഒരു കേസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിന് ഞാൻ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട മരുന്നുകളിൽ ഒന്നാണ് കോണിയം മാക്കുലേറ്റ്. അതും കൊടുത്തിട്ടുണ്ട്. എപ്പിസ് കൊടുത്തതിന് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാനില്ല, എല്ലാം നല്ലവണ്ണം ആക്ട് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ പോയതിലൊരു വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര പേഷ്യൻ്റ് ആയാലും ഒരു പേഷ്യൻ്റ് പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടല്ലോ. ഈ അടുത്ത സമയത്ത് സംഭവിച്ചതാണ് ഈ കാര്യം. ഇനി വളരെ രസകരമായ ഒരു കാര്യം, ഞാൻ പത്തനംതിട്ട നിന്ന് തിരുവനന്തപുരം വെങ്ങാനൂർ ആശുപത്രിയിൽ വന്ന് അതിൻ്റെ തുടക്കത്തിൽ കാര്യം വെച്ചാൽ ആശുപത്രി തുടങ്ങിയത് ഞാനായതുകൊണ്ട് അവിടെ ആദ്യത്തെ ഒരു 300 പേഷ്യൻ്റ് ഡെയിലി വരണത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. നല്ല പേഷ്യൻ്റാണ്. എന്നെ അവിടെ നിന്ന് നമ്മളെ ഡയറക്ടർ ഒരു കെട്ടറ ഒരു മരിച്ച ഡയറക്ടറാണ്, പറയണത് തെറ്റാണ് എങ്കിലും ഞാൻ പറയാണ്. പുള്ളി പറഞ്ഞ ഒരു കെട്ടറ എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റാഫിന് വന്നിട്ട് പോകാനൊക്കെ വളരെ പ്രയാസമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ കുറച്ച് ഈസി ആയിട്ട് പഞ്ചായത്തിന്റെ തന്നെ കെട്ടറ അടുത്തതുകൊണ്ട് എന്നെ വന്ന് പണിഷ്മെന്റ് തന്നതാണ് സെക്രട്ടറിയിലെ അഡീഷണൽ ഡ്യൂട്ടി. പക്ഷെ അത് ഒരു 2-3 പോസ്റ്റും ക്രിയേറ്റ് ചെയ്ത് ഇത്രയും വരുന്നപ്പോൾ എനിക്ക് തന്നെ വിചാരിച്ചത് നമ്മൾ ചെയ്ത പ്രവൃത്തി നല്ല, അതുകൊണ്ടാണ്. അപ്പം അവിടുത്തെ രസകരമായ കാഴ്ച എന്ന് വെച്ചാൽ അവിടെ ചികിത്സയുടെ ഇടയിൽ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. ഒരു സ്ത്രീ പേഷ്യൻ്റ് ആയിട്ട് വന്നു. അത് പേഷ്യൻ്റ് അല്ല, ഞാൻ അവിടെ ആശുപത്രിയിൽ പോകുമ്പോഴേ ഇവരെ ശ്രദ്ധിക്കും. എന്ന് വെച്ചാൽ വളരെ സ്കെൽറ്റാണ്. നമ്മളെ ഒരു സൾഫർ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു സ്കെൽറ്റാണ്. തലയിലിരിക്കുന്ന ജഡയാണെന്ന് പറഞ്ഞാൽ ജഡ ഇങ്ങനെ തലയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു 3-4 റോള് ചുറ്റിയത് നമ്മളെ ശിവന്റെ തലയിലിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു 3-4 ഇരട്ടി ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു 3-4 റോള് ചുറ്റിയിട്ട് അതിൽ ഒരു വശം ഇങ്ങനെ താഴോട്ടുണ്ട്. ആ എൻ്റെ തന്നെ ബട്ടക്സിന്റെ അവിടെ വന്ന് കിടക്കും. എന്നിട്ട് ഇവർക്ക് ഇതൊരു ക്രെഡിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഒരു ക്രെഡിറ്റ് എന്ന് വെച്ചാൽ അവർക്ക് എന്തോ ഇതൊരു ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിരിക്കുന്നതാണെന്നുള്ള ഒരു മട്ടില് പോയി. അപ്പം ഇവര് ബിസിനസ് എന്ന് പറയുന്നത് ഇവർക്ക് ഇച്ചിരി പിന്നെ ചാരായ വിൽപ്പനയൊക്കെ ഉണ്ടെന്ന് ഉള്ള ആ ഒരു ഇതിൻ്റെ അതും പോലീസ് വന്ന് ഓടിച്ച കഥകളൊക്കെയാണ് വന്നിരുന്നത്. ഡിസ്പെൻസറി നിന്ന് ബാക്കിയുള്ള ആളുടെ അടുത്ത് നമ്മളെ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ പറയണം. അപ്പൊ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ഇത്രയും പറഞ്ഞ് ബഹളം കാണിക്കുന്നുണ്ട്. ഇവർ എൻ്റെ അടുത്ത് വന്ന് അധികം വരാറില്ല. അപ്പൊ ഞാനപ്പോ എൻ്റെ ഫാർമസിസ്റ്റിന്റെ അറ്റൻഡന്റ് ഒരു സുകുമാരൻ എന്ന സുഖിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സുഖം ഞാൻ ഇവിടെ നിന്ന് പോണേനകം ഇവരുടെ ജള മുറിച്ച് കളഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. ഇവരെ ഇത്രയും വാചം അടിക്കില്ലേ, ദൈവത്തിന്റെ നേരിട്ടുള്ള ആളല്ലേ എന്ന് പറഞ്ഞാൽ ഇവരെ ജഡ ഒന്ന് മുറിക്കണം എന്ന് പറഞ്ഞു. അപ്പം ജഡ എന്ന് പറയുന്നത് ദൈവസങ്കല്പമാണെങ്കിലും നമ്മളെ പ്ലിക്ക പ്ലോണിക്ക എന്ന് പറയുന്ന അസുഖമാണ് ജഡ. അപ്പം ഞാൻ വിചാരിച്ച് ഇവരെന്തെങ്കിലും ഒരു അസുഖം പറിച്ച് വരും. അപ്പോഴത്തേക്കാണ് ഇവരൊരു ജലദോഷവും പനിയായിട്ട് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറേ ദിവസം മരുന്ന് കഴിച്ചാലേ അസുഖം മാറുള്ളൂ. അപ്പോഴും ജലദോഷത്തിന്റെ മരുന്നൊക്കെ നമ്മൾ അപ്പോഴത്തെ മരുന്നൊക്കെ കൊടുത്ത് വിട്ടിട്ട് ഞാൻ പിന്നെ വന്നപ്പോൾ സോർണിയം 50 ml ഒരു 2 ഡോസ് രാവിലെയും രാത്രിയും ആഴ്ചയിൽ കഴിക്കാൻ വേണ്ടി കൊടുത്ത് സോർണിയം 50 കൊടുത്ത്
പിന്നെ അതിൽ കൊടുത്ത സാലിസിലിക് ആസിഡിന്റെ അസിഡം സാലിസിക് അത് ഒരു 200 ഡെയിലി കഴിക്കാനും പറഞ്ഞു. യഥാർത്ഥത്തിൽ അവർ ജലദോഷത്തിന്റെ മരുന്ന് എന്തെങ്കിലും ഞാൻ കൊടുത്തു വിട്ട ഇവരെ ഇത് മാറ്റിയിട്ട് ഇത് ചികിത്സിച്ചാൽ പോണ അസുഖമാണെന്ന് തെളിയിക്കണമല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് ഗ്രാഫൈറ്റിസ് കൊടുത്ത് സൾഫർ ടെന്നും ഇതെല്ലാം കൊടുത്ത് ഏതായാലും ഒരു സുപ്രഭാതത്തിൽ മുടി നല്ല ഇവരെ കുളിച്ച് കോതിയെല്ലാം വെച്ചപ്പോഴത്തേക്ക് പുതിയ മുടി വന്നതെല്ലാം നല്ല മുടി വന്നു. ഇത് മാറ്റ് ചെയ്യില്ല, മാറ്റ് ചെയ്ത് ഒട്ടിപ്പിടിക്കുന്നതാണ് ഇതിന്റെ സംഭവം. അപ്പൊ പുതിയ മുടി വന്നത് മാറ്റ് ചെയ്യാതെ ആയപ്പോഴത്തേക്ക് ഈ ജട പുതിയതായിട്ട് വന്ന മുടിയിൽ തൂങ്ങിക്കിടന്ന് ഒടുവിൽ അവസാനം അതങ്ങ് അറ്റുപോയി. അതോടുകൂടി അവരെ ദൈവശക്തി ഞാൻ മാറ്റി കൊടുത്തെന്നുള്ള ഒരു സന്തോഷം എനിക്ക്. കാര്യം സുകുമാരൻ പറഞ്ഞു, സാറ് ഏതായാലും പറഞ്ഞുവിടെ നടി കിട്ടാതെ പോയത് നല്ലത്. ഞാൻ പറഞ്ഞു ഉള്ള കാര്യമില്ല, അവർ ഈ ജടയും ചുമന്ന് ഇത്രയും കിലയും കൊണ്ട് നടക്കയില്ലേ, ഇപ്പൊ അവര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങെങ്കിലും ചെയ്യട്ടെ. അങ്ങനെ ഒരു ഒരു കഥ അവിടെ വെങ്ങാനൂർ ആശുപത്രിയിൽ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ ഇതൊരു വിജയത്തിന്റെ കഥയാണ്. കാര്യം എന്ന് വെച്ചാൽ പ്ലിക്കപ്രോണിക്ക് ആരും വലുതായിട്ട് ചികിത്സിച്ച് പറയണില്ല. അപ്പം അതിന് നമ്മളെ ഹോമിയോയിൽ മരുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ കൊടുത്തിട്ടുള്ള മരുന്ന് സാലിസിലിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സോർണം കൊടുത്തിട്ടുണ്ട്. സോർണം 50 mg ആണ് കൊടുത്തത്. അത് ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയാണ് കൊടുത്തത്. സോർണം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൾഫർ 10 അതൊക്കെ സർക്കാരിന്റെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, അതും കൊടുത്ത്. അപ്പൊ ഇതെല്ലാം കൂടെ കൊടുത്ത് ഏതായിരുന്നാലും അവര് ആ ഭാരം അതിൽ പൊഴിഞ്ഞു പോയതോടുകൂടി എനിക്ക് സന്തോഷം, അവരെ ദൈവം പോയെന്നുള്ള വിഷമം. അവർക്ക് അറിഞ്ഞുകൂടാ ഡോക്ടർ ചെയ്ത വേലയാണെന്നുള്ളതും ഹോമിയോപ്പതി മരുന്നിന്റെ കുഴപ്പമാണെന്നും അവർ മനസ്സിലാക്കിയില്ല. അങ്ങനെ അതും നമ്മളൊരു വിജയമാണ്. പിന്നെ ഈ അടുത്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ക്യാൻസർ, ബ്ലഡ് ക്യാൻസറിന്റെ അടുത്ത സമയത്തെന്ന് വെച്ചാൽ അത് ഈ കുട്ടിക്ക് ഇൻഗ്വൈനൽ റീജിയൻ, നമ്മളെ തിരുവനന്തപുരത്ത് പതക്കള എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെ ഇൻഗ്വൈനൽ റീജിയൻ അറിയാം, നമ്മളെല്ലാം ഡോക്ടർമാരാണ്, പിന്നെ റീജിയൻ പറയണ്ട. ഇൻഗ്വൈനൽ റീജിയനിൽ ഒരു ചെറിയ ഇഡിമാറ്റ സ്വെല്ലിംഗ് ഉണ്ട്. ഒരു 18 വയസ്സുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഇവൻ ഇത് കണ്ടോണ്ട് തന്നെ ഇവരുടെ പിന്നെ അമ്മ, അന്ന് അച്ഛൻ ഗൾഫിൽ വെളിയിൽ ജോലി ചെയ്യാണ്, അമ്മ നേരെ നമ്മളെ തിരുവനന്തപുരം, ഞാൻ പേര് പറയല്ല, തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി. അപ്പോഴേക്ക് അവർ നോക്കിയപ്പോഴത്തേക്ക് ഇതിന്റെ സെൽസിന്റെ നമ്മളെ ബ്ലഡിന്റെ ഇതെല്ലാം കൊണ്ട് നോക്കിയിട്ട് ലൂക്കിമിയ ആണെന്നുള്ളത് കൺഫേം ചെയ്തിട്ട് നേരെ അവർ അടുത്ത് തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആശുപത്രി പ്രൈവറ്റ് അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു നല്ലൊരു സുഖം ചെലവാക്കി. പിന്നെ അത് അഫോർഡ് ചെയ്യാൻ ഒക്കാത്ത ഒരു സന്ദർഭം വന്നപ്പോഴേക്ക് ഇവർ നേരെ RCCയിൽ പോയി. ഈ RCCയിൽ പോയപ്പോഴത്തേക്ക് യഥാർത്ഥ മരുന്ന് പരീക്ഷണത്തിന്റെ ഇതില് സാധാരണ ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യന്റിന് പിന്നെ നമ്മളെ WBC കൗണ്ട് എന്ന് പറയുന്നത് മോർ ദാൻ ഒരു നോർമൽ എന്ന് പറഞ്ഞാൽ 10 വരെ പോവാം. 7 നമ്മൾ നോർമൽ പറയണമെങ്കിൽ 7 തൊട്ട് 10 വരെ പോയിരുന്നാലും കുഴപ്പമില്ല. ഈ 10ന് മുകളിൽ പോയിട്ട് ഇവര് പോകേണ്ടതാണ് സാധാരണ. ഇവരെ ഒരു കീമോ കഴിഞ്ഞതോടുകൂടി ഇത് 200 താഴ്ന്നിട്ട് എപ്പോഴും വേണോ മരണം സംഭവിക്കാം, ബ്ലീഡിങ് വരാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്ത്, ഈ കുഴപ്പം വന്നതുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അവിടെ തന്നെ RCCയിൽ തന്നെ താമസിപ്പിച്ചു. ആ RCCയിൽ ഏതായാലും ഒരു 3 മാസം കിടന്ന് ഈ 3 മാസം ഇത് കൂടിയിട്ടില്ല. ഒരു 200 201 വന്നിട്ടില്ല. നമ്മളെ മരുന്നില് ആഴ്സാൽബ് കൊടുത്ത്, ആഴ്സാൽബ് 1 മെർക്സോൾ, ഇത് രണ്ടും ഞാൻ കൊടുത്തയച്ച് ഏതായിരുന്നാലും വളരെയധികം കൂടിയെന്ന് മാത്രമല്ല 9000 വരെ കൂടിയെല്ലാം നിന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ട് അവർ വേറെ എന്തോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് ആ കുട്ടി ഈയിടെ മരിച്ചു എന്നുള്ള ഒരു വാർത്ത, ഒരു മെസ്സേജ് എനിക്ക് കിട്ടി. കാര്യം നമ്മളെ മരുന്ന് കൊടുത്ത ആ മെസ്സേജിലുണ്ട്, നമ്മളെ മരുന്ന് കൊടുക്കുന്നത് വരെയും ഓരോ ദിവസവും ഇമ്പ്രൂവ്മെന്റിലായിരുന്നു. ഫുള്ളായിട്ട് അവനെ ഒരു ദിവസം കൊണ്ടുവരാമെന്ന് വരെ പറഞ്ഞ്, പക്ഷെ കൊണ്ടുവരേണ്ടി വന്നില്ല. അവർ വേറെ എന്തോ ഒരു ട്രീറ്റ്മെന്റിൽ വന്ന് RCCയിൽ കൂടാതിരുന്ന ഈ WBC കൗണ്ടും പ്ലേറ്റ്ലെറ്റും ഒക്കെ നമ്മളെ മരുന്നിൽ വളരെയധികം നോർമലായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അന്ത്യം വന്നത്. അത് ഈ അടുത്ത സമയത്ത് അന്ത്യം വന്നെന്നുള്ളത് എനിക്ക് ലാസ്റ്റ് മെസ്സേജിലേക്ക് ഇവ മരിച്ചു എന്നുള്ളതില്ല, ഈ ദിവസം എനിക്ക് മെസ്സേജ് വരണം. ഇപ്പോൾ ഒരു 6-7 ദിവസം കൊണ്ട് മെസ്സേജ് വരണില്ല. അതിൽ നിന്ന് ഞാൻ കൺഫേം ചെയ്ത് ഈസ് നോ മോർ എന്നുള്ള ആ ഒരു ഇതില് ഉണ്ട്. അപ്പം ബ്ലഡ് ക്യാൻസറിന് ഞാൻ കൊടുത്തിട്ടുള്ള മരുന്നിൽ ആഴ്സാൽബ്, തൂജ, പിന്നെ വന്നിട്ടുള്ള ഒരു പിന്നെ ഇതിന്റെ പുള്ളിക്ക് വന്ന നോസിയ അതൊക്കെ പറഞ്ഞാൽ ഇപ്പിക്കാക്കും ഇതൊക്കെ തന്നെ കൊടുത്ത് അതിലെല്ലാം നല്ലവണ്ണം നമുക്ക് കിട്ടുകയും ചെയ്തു അതിന്റെ എഫക്റ്റ്. ഇത് ഒരു പരാജയത്തിന്റെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് വെച്ചാൽ ഇവര് നമ്മളെ പൂർണ്ണമായി ആശ്രയിച്ചത് കുറച്ച് ദിവസം, ഇത് അസുഖം എന്നതാണ്, നമുക്ക് ആർക്കും ഒന്നും ചെയ്യില്ല, എങ്കിലും കുറച്ച് ദിവസം കൂടെ കിട്ടുമെന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് ക്യാൻസറിന് സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന വലിയ മരുന്നുകളൊന്നും ഉപയോഗിച്ച, വലിയ മരുന്ന് എന്ന് വെച്ചാൽ റേഡിയം ബ്രോമൈഡ് ഒക്കെ ഞാൻ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് WBCയെ കൂടാനൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. റേഡിയം ബ്രോമൈഡ് കൊടുത്ത ഒരു കേസ് നമ്മളെ
നമ്മൾ തന്നെ ഒരു ഡോക്ടറുടെ അടുത്ത ബന്ധു, ഒരു ഹോമിയോ ഡോക്ടറുടെ ചികിത്സയെല്ലാം കഴിഞ്ഞ അവസാനം അന്ന് 19,000 WBC 19,000 90,000 ആയപ്പോഴാണ് എൻ്റെ കൈ കിട്ടുന്നത്. ഞാൻ ഈ റേഡിയം ബ്രോമൈഡ് കൊടുത്ത്, റേഡിയം ബ്രോമൈഡ് തയോസിനാമിന് ഇതെല്ലാം കൊടുത്ത്, നമ്മളെ ഇതിലുണ്ടല്ലോ നമ്മളെ നോസോടും ഇതെല്ലാം കൊടുത്ത് ഏതായിരുന്നാലും വീണ്ടും 19,000 ആക്കി. വീണ്ടും അത് താഴോട്ട് വന്നില്ല. പിന്നെ പുള്ളി മധുരയിൽ എവിടെയാണ് പുള്ളി ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏതോ ഒരു ട്രീറ്റ്മെന്റിന് പോയി. അതിനുശേഷം പിന്നെ ഇതുവരെ പുള്ളിയെ കണ്ടിട്ടില്ല. പിന്നെ അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ നമ്മളെ മരുന്ന് കൊടുത്തത് വരെ പുള്ളി വീണ്ടും പുള്ളിയുടെ പഴയ 19,000 തന്നെ നിന്നെന്നുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ അടുത്തുള്ള ഒരു കാഴ്ച തിരിച്ചു കിട്ടിയ ഒരു കഥയല്ല, അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു മൂമെന്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു കണ്ണ് കംപ്ലീറ്റ് ബ്ലഡ് വിഷൻ ആയിരുന്ന ഒരു അച്ഛൻ. ബ്ലഡ് വിഷൻ വെച്ചാൽ ഒരു കണ്ണിന് കാഴ്ച കംപ്ലീറ്റ് ഇല്ല, ഒരു ഇതിൽ ബ്ലഡ് വിഷൻ. ഈ വിഷനായിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ പിന്നെ ഇവര് പുള്ളിയുടെ ബ്രദറാണ് ഈ രോഗി. അപ്പൊ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ്, മലപ്പുറത്ത് ജോലി ചെയ്യുന്നത്. മലപ്പുറത്ത് ജോലിയാണ്, ആഴ്ചയിലൊരുക്ക മലപ്പുറത്ത് നിന്ന് പോയിട്ട് വരുന്ന ഒരു ടീച്ചർ. അപ്പം പുള്ളിയുടെ അച്ഛൻ എൻ്റെ പേഷ്യൻ്റാണ്. അച്ഛൻ്റെ മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഇവരിങ്ങനെ പറഞ്ഞ്, പിന്നെ ഇവരുടെ ബ്രദർ മാവേലിക്കര ഉള്ളതാണ്, മാവേലിക്കരാണ് കല്യാണം കഴിച്ച് അവിടെയാണ് താമസിക്കുന്നത്. പുള്ളിക്ക് ഒരു കണ്ണ് പാർഷ്യലായിട്ടുള്ള കാഴ്ചയുണ്ട്, ഒരു കണ്ണിന് ഒട്ടും കണ്ടുകൂടാ. ആ ഒരു സ്റ്റേജിലാണ് എന്തെങ്കിലും ചെയ്യാനൊക്കെ വന്നത്. അപ്പം ഞാൻ ഏതായിരുന്നാലും നേരത്തെ ഉപയോഗിച്ച സിംഫൈറ്റർ റൂട്ട ഒരു കോമ്പിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആൾ വരെയും പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരുന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് അല്ലേ എന്ന് പറഞ്ഞ് ഇതേ മരുന്ന് തന്നെ റൂട്ടയും സിംഫൈറ്റും കൊടുക്കുകയും ഈ കഴിഞ്ഞ ആഴ്ച പുള്ളി ആദ്യമായിട്ട് ഞാൻ പേഷ്യന്റിനെ കാണണമെന്ന് പറഞ്ഞ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കും അത് വളരെ സന്തോഷം കിട്ടിയെന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞ് പിറന്നതിനെ എനിക്ക് കാണാൻ സാധിച്ചെന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ നമുക്ക് വേറെ ഒന്നും പറയാൻ ഒക്കില്ലല്ലോ. ഒരു കുഞ്ഞ് ജനിച്ചതിനെ എനിക്ക് കാണാൻ സാധിച്ചെന്നൊരു അച്ഛൻ പറയുമ്പോഴത്തേക്ക് നമ്മളെ മരുന്നിന്റെ ആ ഒരു ശക്തി എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഒരു ആദരവ് അങ്ങനെ തരണമെങ്കിൽ അങ്ങനെ കിട്ടിയ ഒരു സന്തോഷം അതാണ്. അങ്ങനെ ഒരു അതിൽ കൊടുത്ത സിംഫൈറ്റും റൂട്ടയും തന്നെ വേറെ ഒരു അത്ഭുതമല്ല. ഞാൻ നേരത്തെ ഒരു ടോട്ടൽ ബ്ലൈൻഡ്നെസ് എന്ന് നിംഹാൻസ് എഴുതിയ കേസിന് ഈ മരുന്ന് കൊടുത്ത് കാഴ്ച തിരിച്ച് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഒന്നമാണോ സാറേ കൊടുത്തത്? സിംഫൈറ്റ് സിംഫൈറ്റ് ആദ്യം റൂട്ട രണ്ടാം ഫോളോ ചെയ്താണ് റൂട്ട കൊടുക്കുന്നത്. അപ്പൊ ആദ്യം രാവിലെ 6ഉം 10ഉമായിട്ട് കഴിക്കാൻ പറയും. 6 ഡോസ് തന്നെ. 6 ഡോസ്. അങ്ങനെ അവരുടെ പുള്ളിയുടെ ഫാദറിന് തന്നെ ഇങ്ങനെ ഒരു നെർവസ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു, നടക്കാനൊന്നും സാധിക്കാത്ത ഒരു ഇതിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരനാണ്. അപ്പം ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പുള്ളി നടക്കാനോ ഒന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ പുള്ളി സുഖമായിട്ട് യാത്ര പുള്ളി വണ്ടി ഓടിക്കില്ല എങ്കിലും യാത്രയൊക്കെ ചെയ്ത് വരും. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് വന്ന് പല പ്രാവശ്യം മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ ആ അസുഖം ഏകദേശം മാറി എന്ന് തന്നെ പറയാം. എങ്കിലും അങ്ങനെ പൂർണ്ണമായും ഇത് ബാധിച്ചില്ല. അങ്ങനെ അതിലും കിട്ടിയിട്ടുള്ള നല്ല നല്ല റിസൾട്ടുകളിൽ ഒന്നാണ്. പിന്നെ അത് കാറ്ററാക്ട് മൂലം ആണെങ്കിലോ സാറേ, തിമിരം കൊണ്ടാണ് കാഴ്ചയില്ലാത്തതെങ്കിൽ തിമിരല്ല, നെർവസ് ഡിസബിലിറ്റി. അത് തന്നെ, അത് തിമിരം കൊണ്ടാണെങ്കിൽ സാർ ഏതൊക്കെ മെഡിസിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചത്. ഞാൻ തിമിരത്തിന് ഞാൻ ഒരു മരുന്നും കൊടുക്കാറില്ല. കാര്യം എന്റെ സ്വന്തം അനുഭവം എന്ന് പറയുന്നത് നേരെ ചെന്ന് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു നല്ല ലീഡിങ് ആയിട്ടുള്ള ഒരു ശ്രീനേത്ര എന്ന് പറഞ്ഞൊരു ഇതിൽ ചെന്ന് രാവിലെ അഡ്മിറ്റായി ഉച്ചയായപ്പോൾ എൻ്റെ കാഴ്ച പൂർണ്ണ എന്ന് വെച്ചാൽ ഞാൻ ആളിനെ തിരിച്ചറിയാൻ ഇത് പേടിച്ചിരുന്നിട്ട് ചെയ്യാതിരുന്നതാണ്. ഞാനൊരു മരുന്ന് ചെയ്തതുമില്ല. ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ് പേടിയാക്കിയിട്ട് അതും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പം ഞാൻ തന്നെ അങ്ങനെ പേടിച്ചിട്ട് പിറ്റേ ദിവസം റിവ്യൂക്ക് ചെന്നപ്പോഴേക്ക് എനിക്ക് പിറ്റേ ദിവസം എൻ്റെ കൂടെ സർജറി ചെയ്ത എല്ലാവരും അവിടെ കറുത്ത കണ്ണാടിയും വെച്ചു. ഞാൻ കറുത്ത കണ്ണാടിയും വെച്ചില്ല, ഞാൻ മൊബൈലും വെച്ച് തോണ്ടിയിരിക്കുന്ന അവിടെ ഒരു ഡോക്ടർ പറഞ്ഞാൽ ഇന്നലെ ചെയ്ത ആളാണായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇന്ന് ചോദിക്കാൻ വന്നത് എൻ്റെ റിവ്യൂക്കല്ല ഞാൻ വന്നത്, ഇനി അടുത്ത കണ്ണിൽ എന്ന് ചെയ്യാന്നുള്ള ചോദിക്കാനാണ് വന്നത്. ആ ആഴ്ച തന്നെ രണ്ടാമത്തെ ചെയ്തു. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള അഡ്വാൻസ്മെന്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ മരുന്നിട്ട് ട്രയൽ കൊടുത്ത് ഒടുവിൽ ഹോമിയോ മരുന്ന് കഴിച്ചാൽ കുറെ കാലം കൊണ്ട് സിനറേറിയ മെരിറ്റിമൊക്കെ ഒഴിക്കുന്നുണ്ട്, കുറഞ്ഞില്ലെന്ന് പറയണതിനേക്കാൾ നല്ലത് നേരെ അഡ്വൈസ് ചെയ്യുക, നേരെ പോകുക. അത് ഒരു മണിക്കൂറത്തെ കാര്യം. നമ്മൾ ഒരു വേദന പോലും പറയുന്നില്ല. വളരെ അഡ്വാൻസ് ആയിട്ടുള്ള മരുന്ന്. പണ്ടൊക്കെ കുത്തിവെപ്പെങ്കിലുണ്ടായിരുന്നു, ഇപ്പം അതുമില്ല. അത്ര അഡ്വാൻസ് ആണ് ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ്. പിന്നെ ആ പുള്ളിയുടെയും പിന്നെ ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാര്യം ഈ നെർവ്സിന്റെ ഒരു ഇതില്ല, അത് പിന്നെ ഇവിടെ നിന്നല്ല, നമ്മളെ
ഇവിടെ ഉണ്ടല്ലോ നമ്മളെ പിന്നെ അരവിന്ദ് മധുരയിൽ പോയ ഒരു പാർട്ടി, പുള്ളിക്കും പൂർണ്ണമായും കാഴ്ച തിരിച്ചു കിട്ടിയെന്നല്ല, കാഴ്ച കിട്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ കൊടുത്ത മരുന്ന് ഇത് രണ്ടും തന്നെയാണ് കൊടുത്ത് വിട്ട് പിറ്റേ ദിവസം പുള്ളി ഡയബറ്റിക് ആണ്. ഞാൻ പറഞ്ഞത് അത് ആഹാരം ഞാൻ ആദ്യമായിട്ട് ഈ ചീനിയമര എന്ന് പറയുന്ന ചെറിയ ഒരു പയറുണ്ടല്ലേ, ചെറിയ ഒരു എന്ന് വെച്ചാൽ സാമ്പാറിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യം എടുത്ത് കളയണപ്പോൾ അത് ആഹാരമായിട്ട് സ്ഥിരം ഡയബറ്റിക് രോഗിക്ക് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു പേഷ്യൻ്റാണ് അത്. അങ്ങനെ ഡയബറ്റിക് കൺട്രോൾ ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ഈ ട്രബിൾ വന്നത്. എന്ന് വെച്ചാൽ ഞാൻ രാവിലെ മരുന്ന് കൊടുക്കണം, പിറ്റേ ദിവസം വൈകുന്നേരം വിളിച്ചു പറയണമെങ്കിൽ ടി വിയിൽ ഇപ്പം സ്ക്രോൾ ചെയ്ത് പോണത് വരെ എനിക്കിപ്പം വായിക്കാൻ നോക്കും. അത് ഇതേ കോമ്പിനേഷനാണ്. ഞാൻ കൂടുതലായിട്ട് ഒന്നും റെഫർ ചെയ്താൽ ഒന്നുമില്ല. ഇത് കൊടുത്ത് പ്രയോജനം ഉണ്ടെങ്കിൽ പിന്നെ അത് അടുത്ത് തന്നെ കൊടുക്കാൻ നോക്കുള്ളൂ. അല്ല പിന്നെ അതിനെ റെഫർ ചെയ്ത് ഈ സിംറ്റം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന ആ പരിപാടി ഒന്നുമില്ല. ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കും, നമ്മളെ മരുന്നിന്റെ കഴിവ് അടുത്തൊരാളിനെ നോക്കും, അതിൽ വിജയിക്കണമെങ്കിൽ അത് കൊടുക്കും. അത് വിജയിക്കുക തന്നെ ചെയ്യണോണ്ട് ഈ ഒരുപാട് മരുന്നുകളൊന്നും ഞാൻ റെഫർ ചെയ്യാറില്ല. ഇങ്ങനെ കുറെ മരുന്നുകൾ മാത്രമാണ് ഞാൻ കൂടുതലായിട്ടും നോക്കി വയ്ക്കുന്നത്. അതിൽ ഏറ്റവും ഇതിനെല്ലാത്തിനും ഒരു തൂജ കൊടുപ്പുണ്ട്. ആ തൂജയാല് ആക്കണമുണ്ട് എന്നുള്ള. പിന്നെ ഇനി അടുത്ത ഒരു കേസ് കൂടെ പറയാൻ സമയം കാണാം. നമ്മൾ ചികിത്സിക്കാൻ ഏറ്റവും സമയമുണ്ട്. ചികിത്സിക്കാനായിട്ട് ഏറ്റവും പ്രയാസമായിട്ട് നമ്മൾ ഹോമിയോപ്പതി പരത്തെ അധികം വരാത്ത ഒരു അസുഖമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. മെയിലിന് ഫീമെയിലിന് ഈ അസുഖം വരില്ല. ഇത് ജെനറ്റിക്സിന് പഠിക്കുന്ന സമയത്ത് പറയുന്നത് ഫീമെയിലിന് ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരില്ല, മെയിലിന് മാത്രമുള്ള ഒരു അസുഖമാണ് ഇതില്. അതിലും ഇപ്പൊ 7 കൊല്ലം കൊണ്ട് എൻ്റെ മരുന്നിൽ സുഖമായി ജീവിക്കുന്ന ഒരാളുണ്ട്. ഒരു ഹെവി ഡ്യൂട്ടി ഡ്രൈവറാണ്, ഒരു സ്കൂൾ ബസ് ഓടിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു കുമാർ എന്നാണ് പുള്ളിയുടെ പേര്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനടുത്തായിട്ട് തന്നെ ഓരോ ആഴ്ചയും മെഡിക്കൽ കോളേജിൽ പൊയ്ക്കൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പൊ 7 കൊല്ലമായി മെഡിക്കൽ കോളേജിൽ പോകുന്നില്ല. ഒടുവിൽ അവിടെ നിന്ന് ഇവരുടെ ഒരു അസോസിയേഷൻകാർ അന്വേഷിച്ച് ഇങ്ങനെ ചത്തുപോയ എന്തിനാണെന്ന് അവർ അന്വേഷിച്ചപ്പോൾ പുള്ളി സ്റ്റില്ലല്ലേ, ഒരു കുഴപ്പമില്ല. പിന്നെ നടക്കാനൊരു ഇച്ചിരി ഇതുണ്ട്, അതായത് ഇച്ചിരി തുടയിലൊക്കെ ഒത്തിരി നീരുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ നമ്മൾ ഉറച്ചിരുന്ന എവിടെയെങ്കിലും തട്ടിയിരുന്നിരുന്നാലും അവിടെ അങ്ങ് വെച്ചാൽ ബ്ലീഡ് ചെയ്ത് അതൊരു വലിയ ഇതാവും, ചൂടും ഒക്കെ വരും, അങ്ങനെ വരും. ഞാൻ അതിന് കൊടുത്തിട്ടുള്ള ഹീമോഫിലിക്ക് ഞാൻ കൊടുത്ത ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് ഒരു ജനറ്റിക്കൽ അബ്നോർമാലിറ്റി എന്നുള്ള ഇതുകൊണ്ട് മെർസോൾ 50 ഞാൻ കൂടുതൽ പ്രാധാന്യം. ഞാൻ പല കേസുകളിലും മെർസോൾ 50 ഞാൻ ഇങ്ങനെ ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ഇന്ന് തന്നെ ഫിസിഷ്യൻ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അത് പോസ്റ്റ് ചെയ്യാത്തത്. കാര്യം ജനിച്ച് ഒരു 2-3 മണിക്കൂറിനകത്ത് മെർസോൾ 50 ഒരു ഡോസിന് ഡിവൈഡ് ചെയ്ത് 4ആയിട്ട് കൊടുത്ത ഒരു ഇതിൽ എന്ന് വെച്ചാൽ അതിന് ബിലിറൂബിൻ വന്നിട്ട് 19-20 ആ ബിലിറൂബിൻ അത് റെക്കോർഡുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ശ്രീചിത്രയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ശ്രീചിത്രയിൽ ഈ കുട്ടിയെ തിരുവനന്തപുരത്ത് ഒരു പ്രമുഖമായ ആശുപത്രിയിലാണ് അതിന്റെ പ്രസവം നടന്നത്. അതിൽ ഈ അച്ഛൻ A പോസിറ്റീവും അമ്മ AB നെഗറ്റീവുമാണ്. അപ്പൊ അങ്ങനെ ബ്ലഡിന്റെയും പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കുട്ടി ജനിച്ച് 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ കുട്ടി. ഈ രണ്ടാമത്തെ കുട്ടി ജനിച്ച് ആ സമയത്താണ് ഇങ്ങനെ അവര് ഇതിന്റെ ബിലിറൂബിന് വളരെ കൂടിയിട്ട് പിന്നെ അവര് ശ്രീചിത്രയിലേക്ക് കൊണ്ട് തീരുമാനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അമ്മയുടെ ബ്ലഡ് മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം അച്ഛന്റെ ബ്ലഡ് അടയ്ക്കുക. അപ്പം അച്ഛന്റെ ബ്ലഡ് എടുക്കണം, അമ്മയുടെ ഡ്രെയിൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉള്ള പ്രോസസ്സ് ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ ആശുപത്രിയേക്കാൾ ശ്രീചിത്രയിൽ വെച്ച് നടത്താമെന്നുള്ള വെള്ളിയാഴ്ച ഫിക്സ് ചെയ്തു. കുട്ടി ജനിച്ച തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ജനിച്ചു. പക്ഷെ ഈ വ്യക്തി എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അച്ഛൻ, ഞാൻ പേര് പറയില്ല, പിന്നെ പറഞ്ഞാലും കുഴപ്പമില്ല, പുള്ളി കേസൊന്നും പോകില്ല. കാര്യം അത്ര പുള്ളി ഹോമിയോപ്പതിയിലെ വിശ്വാസമുള്ള വ്യക്തിയാണ്. കാര്യം പിന്നെ പുള്ളി ഒരു 9-10 മണിയായപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ഹോമിയോ ഡോക്ടറെ അടുത്ത് ഒന്ന് ചോദിക്കാൻ തുടങ്ങി. നേരെ ഇവിടെ വന്നപ്പോൾ ഗേറ്റിൽ പൂട്ട് കിടക്കുന്നുണ്ട്. ഫോൺ ചെയ്തപ്പോൾ ഞാൻ പാലക്കാട് ശിർവാണി ഡാമിന്റെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ ഫോൺ വരുന്നത്. ഞാൻ പറഞ്ഞു, നീ ഒരു വേല, എനിക്ക് അങ്ങോട്ട് പോയാൽ തമിഴ്നാട് ബോർഡറാണ്, എനിക്ക് കിട്ടൂല, നീ ഒരു വേല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, നീ ഇവിടെ തിരുവനന്തപുരത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ എന്നെ ഫോൺ വിളിച്ചിട്ട് ഫോൺ അവിടെ കൊടുക്കാം. ഞാൻ അവരെടുത്ത് പറഞ്ഞ് മെർസോൾ 50 ഒരു ബോട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഫുൾ തുള്ളി വീഴുന്ന കണക്കിന് SL എടുത്തിട്ട് അതിൽ ഇതിനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. 3 തുള്ളി ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ. ജനിച്ച് ആലോചിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മളെ ഡോക്ടർമാർ ചെയ്യാത്തൊരു കാര്യമാണ്. കാര്യം ജനിച്ചിട്ട് മണിക്കൂറായ കുട്ടിക്ക് മെർസോളിന്റെ 50 ഈ 3 തുള്ളി ഒഴിച്ച ഒരു ഡോസിന്. എന്നിട്ട് അവരെടുത്ത് പറഞ്ഞു 3 തുള്ളി ഒഴിക്കണം. ഞാൻ 2-3 ദിവസം കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ആ ഫാർമസിന്റെ അടുത്ത് പറഞ്ഞ് ആ മെഡിക്കൽ സ്റ്റോറിൽ.
അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആ ബാക്കി മരുന്ന് അവിടെ വെച്ചാൽ അത് എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ എടുത്തോളാം എന്ന്. എന്നിട്ട് ഈ മരുന്നിന് അവൻ്റെ കൈ കൊടുത്തിട്ട് ഫോൺ എന്നെ വിളിക്കാൻ പറഞ്ഞു. ഒടുവിൽ എന്നെ വിളിച്ചോ, ഞാൻ പറഞ്ഞു ഈ മരുന്നിനെ നീ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം, കൈയൊന്നും തൊടാൻ പാടില്ല. ആ പേപ്പറിൻ്റെ തന്നെ ഒരു പേപ്പർ രാവിലെ വെച്ചാൽ അല്ലെങ്കിൽ അത്ര സ്റ്റെറിലൈസ് ചെയ്ത എന്തെങ്കിലും വെച്ച് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം കുട്ടിയുടെ നാക്കിൽ, ജനിച്ച ഒരു 2 മണിക്കൂറായ കുട്ടിയുടെ നാക്കിലാണ് വെച്ച ഈ മരുന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പണ്ടൊക്കെ ഇതേപോലെ ഒരു ചികിത്സയിലെ ഒരു പ്രിൻസിപ്പൽ എൻ്റെ അടുത്ത് ഹോമിയോയിലെ ഒരു പ്രിൻസിപ്പൽ ചോദിച്ചാണ് ഇത്രയും വലിയ പൊട്ടൻ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കണം. അതേ ഉത്തരം തന്നെ ഇപ്പോഴും ഞാൻ പറയണം. ഇപ്പോൾ അവന് 10-20 വയസ്സിനകത്ത് അവൻ കൽക്കട്ടയിൽ ഏതോ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയിരിക്കും. ഒരു ജലദോഷം വന്നാലും അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി ഇവിടെ വരും. ഹോമിയോ അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല. അച്ഛൻ ശ്രീചിത്രയിൽ വർക്ക് ചെയ്യണമെങ്കിലും ഒരു ഒത്തിരിയും ഡോക്ടർമാരെ പരിചയം. ഞാൻ ഏതെങ്കിലും അവന് ശ്രീചിത്രയിൽ വല്ല ഇതുവല്ല നോക്കണമെങ്കിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏത് ഡോക്ടർ കൊള്ളാമെന്ന് ചോദിച്ചിട്ട് വിടണം ഇതാണ്. അപ്പോൾ അവൻ ഇത് പിന്നെ ആദ്യത്തെ ഈ തിങ്കളാഴ്ചയാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. രാവിലെ ഉള്ള ഡോസ് ഒരു 12 മണിയായപ്പോൾ കൊടുത്ത്, വൈകുന്നേരത്തെ രാത്രി 10 മണിക്ക് കൊടുത്ത്, പിറ്റേ ദിവസം രാവിലെയും രാത്രിയായിട്ട് ഒരു ഡോസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കുട്ടിക്ക് കൊടുത്തു. എന്നിട്ട് ഇവർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വെച്ചിരുന്നത് വെള്ളിയാഴ്ച. വ്യാഴാഴ്ച ബ്ലഡ് നോക്കിയപ്പം 4, ബിലിറൂബിൻ 19 നേരെ 4ആയപ്പം ആ ആശുപത്രിക്കാർക്ക് തന്നെ അതിശയം, ഹോമിയോയിൽ ഇത്രയും നല്ല മരുന്നുകൾ ഉണ്ടാകുന്നുള്ള ഒരു ഇതിൽ. ആ ആശുപത്രിയും വരണം തിരുവനന്തപുരത്ത് ഒരു സെൻട്രൽ ഇതുമായിട്ട് ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ശ്രീചിത്രയിലെ ആളുകളെല്ലാം ആ ആശുപത്രിയിൽ പോകണം. വലിയ പേര് മാത്രമേ ഉള്ളൂ, പൈസ പിടിക്കുക എന്നുള്ള ഒരു ഇതല്ലാതെ ആ ആശുപത്രി വലിയ ചികിത്സയിൽ വലിയ മെച്ചമൊന്നും പറയാൻ ഇല്ല. കാര്യം ഇന്നും അവിടെ നിന്നൊരു സ്റ്റാഫ് ഞാൻ മരുന്ന് കൊടുത്ത് ആ ആശുപത്രിയിൽ സ്റ്റാഫിന്. അപ്പം ആ മരുന്ന് 50 കൊടുത്തിട്ട് ഇത് അത് പിന്നെ കൊടുക്കേണ്ടി വന്നില്ല, റിപ്പീറ്റ് ചെയ്യാൻ ഒന്നുമില്ല. കുട്ടിയുടെ ബിലിറൂബിൻ 4ആയി. പിന്നെ എന്നുവെച്ചാൽ ബിലിറൂബിൻ നിയോനാറ്റൽ ഇത് ആ സ്റ്റേജിൽ 4 ഒരു കുഴപ്പമില്ല. കാര്യം WBC സ്പ്ലിറ്റ് ഇത് RBC സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒത്തിരി ഇതൊക്കെ വരും. അതുകൊണ്ട് കുഴപ്പമില്ല, നീ ഇനി മരുന്നൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഇട്ട് അങ്ങനെയും ഒരു വിജയം നമുക്ക് ശ്രീചിത്രയിലെ വിജയങ്ങളിൽ ഒന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതിനും കൊടുത്തിട്ടുള്ള മെർസോൾ 50 മരുന്ന് മാത്രം. അതുപോലെ തന്നെ ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ഉള്ള കുട്ടിക്ക്, കാര്യം ഇത് ജനറ്റിക്കൽ അബ്നോർമാലിറ്റി വരണം എന്ന് പറഞ്ഞാൽ ഈ AB പോസിറ്റീവ് വരുമ്പം ആ ഒരു പ്രശ്നം വരണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഹീമോഫീലിയയ്ക്കും എല്ലാം ഈ ഇതുണ്ട്. ഹീമോഫീലിയക്ക് എന്നല്ല, എനിക്ക് ഒരുപാട് വിജയങ്ങളിൽ ഈ ജനറ്റിക്കൽ ഇതായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഞാൻ ആദ്യം കൊടുക്കണ മരുന്ന് ഇത് തന്നെയാണ്. ഈ മെർസോൾ ഇത്തിരി പൊട്ടൻസി കൂട്ടി തന്നെ കൊടുക്കും. പിന്നെ ആ ഇത് വെച്ചിട്ടാണ് ഈ ഹീമോഫീലിയ അസുഖം ജനറ്റിക് ആയതുകൊണ്ട് അതിനും ഇത് തന്നെ കൊടുത്ത്, പിന്നെ അതിന് ഇനിയിപ്പം ഞാൻ ഒന്ന് മാറ്റണം എന്നുള്ള ഇത് വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒന്ന് കോഴ്സ് ചെയ്യാൻ കൊടുത്തോണം. കാര്യം ഇപ്പം മുട്ടിലെ നീര് ഒട്ടും കുറയണില്ല. പക്ഷെ പുള്ളിക്ക് നടക്കാം, വണ്ടി ഓടിക്കാം, വണ്ടിക്കകത്ത് കയറി അങ്ങ് ഓടിച്ച് പോകും, അതും വലിയ ബസ്. പക്ഷെ പുള്ളിക്ക് ഈ 2 ദിവസത്തിന് മുമ്പ് വന്നപ്പോഴത്തേക്ക് ചെറിയ കാലിൽ നീരുണ്ടായിരുന്നു, പാദത്തിലുണ്ടായിരുന്നു, റൈറ്റ് സൈഡിലെ മുഴുക്ക നീരുണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്രയോണിയ കൊടുത്ത്, എപ്പിസ് രണ്ടും കൂടെ യോജിക്കാത്ത മരുന്നാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന മരുന്ന് എപ്പിസും ബ്രയോണിയും തന്നെ. ഇത്രയും കാലമായിട്ട് തിരിച്ച് മെഡിക്കൽ കോളേജിൽ പോകാത്തതുകൊണ്ട് അവര് അന്വേഷിച്ചിട്ട് വരെ വന്നു. അപ്പൊ നമ്മൾ ഈ എനിമിക്കൽ റെമഡീസ് എന്നൊക്കെ പറയണതിൽ ഒരു കാര്യം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കലായിട്ടാണ് നമ്മൾ ഇതിൽ പറയണം. റെസ്റ്റോസിന് കൂടുതൽ ഇതൊക്കെ. ബ്രയോണിയിലും സാധാരണ ഒക്കെ പറയും ഇതൊക്കെ എനിമിക്കലാണ്. അങ്ങനെ അതിന് പിന്നെ ഈ ഇങ്ങർക്ക് കൊടുത്ത ഈ പിന്നെ ഹീമോഫീലിയക്ക് കൊടുത്തതിൽ നല്ല മരുന്നിൽ ഞാൻ കൊടുത്താൽ നല്ല സ്ട്രോങ് പൊട്ടൻസി കൊടുത്ത CK-L-4 കൊടുത്തിട്ടുണ്ട്. ഒരു സമയത്ത് ചെറുതായിട്ട് ബ്ലീഡ് ചെയ്ത് നഖത്തിൻ്റെ ഇടയിൽ CK-L-4 കൊടുത്ത് സാധാരണ ബ്ലീഡിങ് ഇരട്ടിയാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നേരെ തിരിച്ചായിരുന്നു. കാര്യം പുള്ളിയുടെ സിംറ്റം ഒക്കെ വെച്ച് ഞാൻ ഏതായാലും ഒന്ന് ട്രയൽ ഈ എല്ലാം പരീക്ഷണമായിരുന്നാണ്. അതുകൊണ്ട് ഇതും ഒന്ന് പരീക്ഷിച്ചു. പക്ഷേ കൂടുതൽ ബ്ലീഡിങ് വന്നില്ല. പക്ഷേ ഈ ഇച്ചിരി വെരിക്കോസ് പോലെയൊക്കെ കാലിലുണ്ടായിരുന്നതൊക്കെ ഇപ്പം കാണാനില്ല. അതുകൊണ്ട് CK-L ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എനിമിക്കൽ എന്നൊക്കെ പറഞ്ഞ് മരുന്നുകൾ മാറ്റുന്നതിലും ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നാണ് ഈ ഇപ്പോഴത്തെ ഈ ഇങ്ങനെയുള്ള ഈ പ്രാക്ടീസിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഹീമോഫീലിയ പോലെ തന്നെ ഈ വേറെയും ചില അസുഖങ്ങളുണ്ടല്ലോ ഈ ജനറ്റിക്കലായിട്ട് വരണം. അതിന് എല്ലാം ഈ മെർസോൾ തന്നെ. എനിക്ക് മെർസോൾ ഭയങ്കര ഒത്തിരിയും വിശ്വാസമുള്ള ഒരു മരുന്നാണ്. പിന്നെ ഒരു ക്യാൻസറില്ല ഇപ്പോഴും തിരുവനന്തപുരത്തെ ഒരു സ്റ്റൈൽ, അത് നമ്മുടെ ഡോക്ടർമാർ തിരുവനന്തപുരത്തുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇപ്പം വരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതാണ് ഇപ്പം വരണത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇതിൽ SGPT ബിലിറൂബിന്റെ പോക്കെന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ ഒക്കില്ല. ബിലിറൂബിൻ മിക്കവാറും 4-ന്
മുകളിലായിരിക്കും, പിറ്റേ ദിവസം നോക്കുമ്പോൾ 7 ആയിരിക്കും, പിന്നെ 8 ആയിരിക്കും, അത് മുകളിലോട്ട് പോകും. നമ്മളെ മരുന്ന് കൊടുത്തിരുന്നാലും ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ളതിൽ SGPT SGOT വേണം. ഞാൻ പിന്നെ ധനേഷ് സാറിന്റെ വാട്സാപ്പിൽ അതിന്റെ കോപ്പി എടുത്തിട്ടില്ല. കാര്യം 2 കേസ്. ഒന്ന്, എനിക്ക് ഈയിടെ ആദ്യം കിട്ടിയ കേസ് നമ്മളെ ഹോമിയോയ്ക്ക് വേണ്ടി വളരെയധികം പ്രയോജനം ചെയ്ത ഒരു മാഡമാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ വനജ മാഡം പോലെ ഒരു മാഡമാണ്, സൽഹ എന്ന് പറഞ്ഞൊരു മാഡത്തിന്റെ മകന് ഇതേപോലെ വന്ന് 4444 SGOT 3980 SGPT ഒറ്റ ദിവസം കൊണ്ട് 500ഉം 120ഉം 500ഉം ഒക്കെ രണ്ടും എൻ്റെ ഇതിലുണ്ട്. ഒരൊറ്റ ദിവസത്തെ മരുന്ന് കൊടുത്ത മരുന്ന് ഇത് തന്നെയാണ്. ഈ മെർസോളും ബ്രയോണിയും തന്നെയാണ് ഞാൻ കൊടുത്തത്. പിന്നെ സ്റ്റാർട്ടിങ് തൂജ, ഇത്രയാണ് ഞാൻ കൊടുത്തത്. ഇതുകൊണ്ട് ഉള്ള വിജയം ഞാൻ സാറിന്റെ ഇതിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇതേ മരുന്ന് കൊടുത്തിട്ട് പിന്നെ അതും എൻ്റെ ഒരു പരാജയത്തിലില്ല, എൻ്റെ ഒരു പേടിയിലോ എന്തോ ഞാനത് ഇത് മരുന്ന് കൊടുത്ത് 2ാമത്തെ ദിവസം വീണ്ടും ബ്ലഡ് പരിശോധിക്കാൻ പറഞ്ഞു. 2ാമത്തെ 3ാമത്തെ ബ്ലഡ് പരിശോധിച്ചപ്പോഴത്തേക്ക് ഈ 4443 നിന്ന SGOT SGPT ഇത് രണ്ടും ഇത്രയും നിന്നത് രണ്ടും 500നും 126 എന്തോ ആയി കുറഞ്ഞു. ബിലിറൂബിൻ വന്നിട്ട് കൂടി. ബിലിറൂബിൻ 6ന്ന് 7 ആയി. അപ്പൊ അത് സാധാരണ ബിലിറൂബിൻ പിന്നീട് കുറയുള്ളൂ. ഞാനിങ്ങനെ പലതിനും പരീക്ഷണങ്ങൾ നടത്തിയില്ലെല്ലാം ബിലിറൂബിൻ ലാസ്റ്റിലേ കുറഞ്ഞു വരുള്ളൂ. ആദ്യം SGPT SGOT നമ്മളെ ഹോമിയോയിൽ തന്നെ ഈ KGRHM ഒരു സുരേഷ് ഡോക്ടർ ബാനാണ്. നമ്മളെ പിന്നെ നസറുൽ ഡോക്ടർക്ക് അറിയാം. നസറുൽ ഡോക്ടറും പുള്ളിക്ക് മരുന്ന് കൊടുത്തിട്ട് നസറുൽ ഡോക്ടർ പേടിച്ചിട്ട് പറഞ്ഞ ഇത് ഗാസ്ട്രോഎൻട്രോളജി കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കാണ് സുരേഷ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ കാണിക്കാൻ പറ്റും. നസറുൽ ഡോക്ടർ ഇത് പറഞ്ഞാൽ കറക്റ്റാണ് ഈ പറഞ്ഞത്. അത് തന്നെ പിന്നെ കാണിക്കേണ്ട കേസാണ്. എങ്കിലും എനിക്കിതിൽ ഇങ്ങനെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഈ മരുന്ന് മെർസോള്, ബ്രയോണിയ, തൂജ ഇത്രയും കൊടുക്കാൻ പറഞ്ഞു. ചിലഡോണിയൻ ടിഞ്ചർ ഡെയിലി 10 തുള്ളി, രാവിലെയും 10 തുള്ളി ഒരു നേരം കൊടുക്കാൻ മതിയെങ്കിലും 2 നേരം കൊടുക്കും. ഇത് ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് ജോണ്ടിസ് കംപ്ലീറ്റ് മാറണം. അപ്പൊ ഇങ്ങനെ മാറണുണ്ട്. ഈ സുരേഷ് ഡോക്ടർ പിന്നെ ഭാര്യ ഹോമിയോ ഡോക്ടറാണ്, ഭാര്യയുടെ അനിയത്തി ആണ് ഈ പേഷ്യന്റിന്. ഒടുവിൽ നസ്രു ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ഈ ഗഡ്സിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഈ മരുന്ന് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാനല്ലല്ലേ കുടിക്കുന്നത് എന്ന് തിരിച്ച് ഞാൻ കളിയാക്കും. അപ്പം അങ്ങനെ അതേ കോമ്പിനേഷൻ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചത്. ഈ ഉപയോഗിച്ച ഇപ്പോഴത്തെ 2 കേസിലും വിജയിച്ച് നിന്ന്. പക്ഷേ ഈ സൽഹമാടം നമുക്ക് ഒരുപാട് ഉപയോഗം ചെയ്ത് സമയം വളരെ അതിക്രമിച്ചെങ്കിൽ ഞാൻ പറയാം. ഒരു പ്രാവശ്യം ഞാൻ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സമയത്ത് കുറെ ഡോക്ടർമാരെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ആളിന്റെ പേരും പറയാം. നമ്മളെ ഹോമിയോയിലൊക്കെ ഒരു പുൽപ്പറമ്പിൽ എന്തുവാണ് അവസാനിക്കുന്നത്, ബിന്ദു ജോൺ പുൽപ്പറമ്പിൽ. അത് പുള്ളിയുടെ ഭർത്താവ് പിന്നെ ഹോമിയോ ഡോക്ടറാണ്. പുള്ളി ഹോമിയോ ഡോക്ടറാണെങ്കിലും പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ കാഷ്യറാണ്. അപ്പം പുള്ളിക്ക് ഈ നമ്മളെ കോളേജിൽ ഒരു PG കോഴ്സ് അനുവദിച്ചാൽ പുള്ളിക്ക് പിന്നെ തിരുവനന്തപുരത്തോട്ട് സ്ഥലം മാറ്റമല്ല, ഇവിടെ പഠിക്കാം. ബിന്ദുവിന്റെ വീട് ഇവിടെ തന്നെ. അപ്പൊ ഇവിടെ പഠിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഇവരെ കുറെ പേരെല്ലാം കൂടെ അപ്പൊ ആരാ പറഞ്ഞ് ക്ലിനിക്കിലെ ബാലേന്ദ്ര ഡോക്ടർ ഒന്ന് കാണാൻ പറഞ്ഞു. ഈ പറഞ്ഞ ആ സമയത്ത് ഈ പുള്ളിയുടെ അപേക്ഷ എല്ലാം കൂടെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് അപ്പൊ ഇത് അവിടെ തപാൽ വഴി പോയ ഒരാഴ്ച കഴിയും. അപ്പൊ ഞാനിത് വാങ്ങിച്ചിട്ട് ഞാൻ നേരിട്ട് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആരാ പറഞ്ഞെങ്കിൽ അടിച്ചോട്ടിച്ചെനക്കിനി മാഡം വന്നിട്ട് ഞാൻ പറഞ്ഞു, മാഡം ഞാൻ ഇത് അങ്ങോട്ട് വന്ന് കാണണം. ഒടുവിൽ മാഡം ഇതിന്റെ പിറകെ നിന്ന്, അന്നവരാ ജോയിന്റ് സെക്രട്ടറി ആയി, ഇതിന്റെ പിറകെ നിന്ന് അതിന് 5 കൊല്ലം സെൻട്രൽ ഗവൺമെന്റിന്റെ കാശിനും പിന്നെ ബാക്കിയുള്ള പിന്നെ കേരള ഗവൺമെന്റിന്റെ ഒന്നും ആക്കിയെടുത്ത് ഇതെല്ലാം ചെന്നപ്പോഴത്തേക്ക് നമ്മളെ പ്രിൻസിപ്പൽ, ഹോമിയോ കോളേജിന്റെ പ്രിൻസിപ്പൽ ഒരു കുറയിട്ട് ഈ കോഴ്സ് എന്ന് വെച്ചാൽ പീഡിയാട്രിക് ജെറാട്രിക്സ് ഈ 2 വകുപ്പ് ഇവിടെ നടത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് മടക്കി. അതിന് കുറയിട്ട് അയച്ചത് നമ്മളെ പ്രിൻസിപ്പലിന്റെ ഗുണം. നമ്മൾ ഇത്രയും ചെയ്ത് അവിടെ നിന്നല്ല കടത്തി വിട്ടതിന് ഇങ്ങനെ ഒരു കുറയിട്ട്. അപ്പൊ അതിന്റെ പിറകെ നിന്ന മാഡത്തിന്റെ മകനാണ് ഈ ജോണ്ടിസിന്റെ പേഷ്യന്റ്. അതുകൊണ്ട് ഞാൻ അതിനെ മാക്സിമം ഒക്കെ ചെയ്തിട്ട് അവസാനം ഈ ബിലിറൂബിന് 7 അങ്ങനെ 7.5 എന്തോ പറഞ്ഞൊരു ഇത് വന്നപ്പോഴത്തേക്ക് ഇവര് യാദർച്ഛ്യമായിട്ട് സംസാരിച്ച് എൻ്റെ ബന്ധുക്കളിലെ 2 ഡോക്ടർമാരുണ്ട്, അലോപ്പതി ഡോക്ടർ. അവര് പറഞ്ഞ് ബിലിറൂബിൻ ഇങ്ങനെ നിൽക്കാമോ? ഞാൻ പറഞ്ഞു മേഡം ഇപ്പൊ ഇത് പിന്നെ ഇത്രയും കുറഞ്ഞു വന്നില്ലേ, ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ അതും കുറയും. ഇവർ ഇങ്ങനെ പറഞ്ഞ് അതിന് വെയിറ്റ് ചെയ്യാൻ തയ്യാറായി. അപ്പൊ ഞാൻ ആലോചിച്ച് ഇത്രയും ഒരു ഇത് എന്തെങ്കിലും സംഭവിച്ച അവിടെ എന്നെ പറയുമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഗാസ്ട്രോയെ തന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ബിലിറൂബിൻ 7 ഇതുവരെ താന്നിട്ടില്ല. ഞാൻ ഇന്ന് അങ്ങോട്ട് വിളിച്ചു, മാഡം ഡിസ്ചാർജ് ആയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അതേസമയം ഞാൻ ഇന്ന് അതിനുശേഷം കിട്ടിയ ഒരു കേസ് ഇതേപോലെ ഇതിലെ സ്കാനിങ് റിപ്പോർട്ടിൽ വരണം എന്ന് പറയുന്നത് ഗാൾ ബ്ലാഡറിന്റെ അവിടെ ഒരു നീരായിരിക്കും. ഗാൾ ബ്ലാഡറിൽ ഞാൻ ഉടനെ ഒന്നുകൂടെ MRI ചെയ്യിപ്പിച്ചു.
കാര്യം കല്ല വല്ലതുണ്ട്, നീരെന്നാണ് എഴുതുന്നത്, ഇഡിമാറ്റസ് സ്വെല്ലിംഗ് എന്നാണ് ഗാൾ ബ്ലാഡറിൽ പറഞ്ഞിട്ട്. അപ്പൊ ഈ സ്വെല്ലിംഗ് ആണ് അതിൽ സംഭവിക്കുന്നത്. ഈ 2 കേസിലും ഇത് തന്നെയാണ്. ഇപ്പൊ 2 കേസിലും ഇതുപോലെ 4000-ന് മുകളിലുമാണ്. അപ്പൊ ഇതിലെ അടുത്ത കേസ് എന്ന് പറയുന്നത് ഒരു ഡെന്റിസ്റ്റിന്റെ ഹസ്ബൻഡ്. അതിപ്പം തിരുവനന്തപുരം ആറ്റുകാലമ്പലത്തിന്റെ ആ ഭാഗത്തുള്ള. അതിന് ഞാൻ പിന്നെ ഇതേ മരുന്നുകൾ തന്നെയാണ് കൊടുത്തത്, മെർസോളും. പിന്നെ അതിന് നോസിയ കൂടുതലായിരുന്നു, അതിന് ഇപ്പിക്ക കൊടുത്ത്. പിന്നെ ഭയങ്കരമായ തലവേദന വന്നപ്പം കാലിബൈക്രോമിക്കും കൊടുത്ത്. എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് SGPT SGT ഒക്കെ ഡിജിറ്റലായെന്ന് വെച്ചാൽ ഒരു 120ഉം 230 ആയിട്ട് ഈ 4000-ന് മുകളിൽ പോയതിനൊക്കെ നേരെയായി. പക്ഷെ അതിലും ബിലിറൂബൻ വന്നിട്ട് 7 തന്നെ നിൽക്കും, അത് താരണില്ല. അപ്പൊ ഇത് ഏതായാലും ഞാൻ പറഞ്ഞു വിടാൻ തീരുമാനിച്ചില്ല. ഇതിന് ഏതായിരുന്നാലും മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്നും ഞാൻ മരുന്ന് കൊടുത്ത് വിട്ടത് ഇത് തന്നെ. ഇന്ന് ഞാൻ തൂജ കൊടുത്തിട്ട് ആകുമ്പോൾ കുറെ വ്യത്യാസം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തൂജയൊക്കെ കൊടുത്ത് അങ്ങനെ വിട്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഒന്ന് ബിലിറൂബിൻ മാത്രം നോക്കാം, ബാക്കിയുള്ള നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ സംശയം വന്നിട്ട് വേണ്ട എല്ലാം നോക്കാം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് നാളെ അതിനെ വിളിച്ച് പറയണം. ബ്രയും തൂജ വണ്ണമായിരിക്കും തന്നെ പ്രതീക്ഷിക്കുന്നു. ബ്രയും മെർസോളും ഏത് പൊട്ടൻസി ആയിരുന്നു സാറേ? 2 വണ്ണം, ബ്രയോണി വണ്ണം കൊടുക്കും, മെർസോൾ വണ്ണം. തൂജ വണ്ണം ഇത് ഒത്തിരിയും പേർക്ക് എനിക്ക് ജോണ്ടിസിന് കൊടുത്തിട്ടുള്ളത് വിജയം കിട്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് മെർസോൾ. ഇനി ഇതിലെ മെർസോളിലെ ബ്രയോണിയെ മാറ്റിയിട്ട് എപ്പിസ് കൊടുക്കുമ്പോഴത്തേക്ക് ക്രിയാറ്റിൻ കുറഞ്ഞു വരും. ഇതെല്ലാം നമ്മൾ ഒരു സയന്റിഫിക് അപ്രോച്ചാണ്, അല്ലാതെ ഈ സിംറ്റമാറ്റിക് ആയിട്ട് ഞാൻ നോക്കിയിട്ടേ ഇല്ല. അപ്പൊ ഇത് എപ്പിസ് കൂടുതൽ ആക്ട് ചെയ്യണമെന്ന് വെച്ചാൽ കിഡ്നിയുടെ ഈ നെഫ്രോൺസിൽ കൂടുതലായിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ നീരൊക്കെ പോകുമ്പോഴത്തേക്കും അത് ക്ലിയർ ആയി വരുന്നുണ്ട്, ക്രിയാറ്റിൻ താഴ്ന്നു വരുന്നുണ്ട്. പിന്നെ ആഹാരമൊക്കെ ഒന്ന് നിയന്ത്രിക്കും. അപ്പം ഇപ്പൊ എല്ലാം ഈ ഇതുണ്ടല്ലേ, ഈ ഞാൻ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു 3 ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം. ഇപ്പം പുള്ളിക്ക് 1 ഡയാലിസിസേ ഉള്ളു. എല്ലാം കുറഞ്ഞപ്പം പിന്നെ 12 ക്രിയാറ്റിൻ. 12 ആദ്യം പോയത് 20 ആയിരുന്നു. 20 12 ആയപ്പം എണ്ണവും കുറഞ്ഞിപ്പം പുള്ളിക്ക് സ്വന്തമായി വണ്ടി ഓട്ടിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം പിന്നെ പത്തനംതിട്ട കോന്നി എന്നാണ് വരുന്നത്. കോന്നിക്കും കിഴക്ക് അച്ചൻകോവിലല്ല, കല്ലേലി ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇപ്പം വണ്ടിയൊക്കെ ഓടിച്ച് വരണ ഒരു കപ്പാസിറ്റി ആയി. ഇപ്പൊ ഞാൻ അവൻ വണ്ടി ഓടിച്ച് വരാൻ ഇതിന്റെ ഗ്യാസ് എല്ലാം കൂടെ ഇതുവരെ യാത്ര ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഈ മരുന്നിനെടുത്ത് എന്റെ മോന്റെ കൊടുക്കാൻ പത്തനംതിട്ട അവൻ കൊടുത്തേക്ക്, അവിടെ നിന്ന് അവൻ വാങ്ങിച്ചോണ്ട് പോകും. പിന്നെ ഇനി ഒരു പരാജയം വന്ന ഒരു ക്യാൻസർ, അത് പരാജയം വന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്നത്, ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്രസ്റ്റിലെ ക്യാൻസർ വന്ന് കംപ്ലീറ്റ് ഒരു നല്ലൊരു തുക ചിലവാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇത് 2 ലേക്ഷോറിലെ ട്രീറ്റ്മെന്റാണ്. ലേക്ഷോറിലെ നമ്മളിവിടുത്തെ വലിയ ഒരു ഡോക്ടർ പറയുമല്ലേ, എന്തോ ഗംഗാധരൻ. ഈ പറച്ചിലല്ലാതെ ഗംഗാധരന്റെ 10 ഗുളികയുടെ വില എന്ന് പറഞ്ഞാൽ 2,33,000 രൂപ വിലയാണ് 10 ഗുളികയുടെ വില. ഇത് 2, 3 ഒക്കെ കഴിപ്പിച്ചതിന് ശേഷം അവസാനം ഛർദിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വിധത്തിലും കുറയാതെ വന്നപ്പോഴാണ് പിന്നെ ഇവര് കായംകുളത്ത് ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞു. കായംകുളത്ത് ഡോക്ടർ നേരെ എൻ്റെ അടുത്ത് വിട്ടു. ഞാൻ ഏതായാലും ഛർദിൽ മാറാൻ വേറെ ഒന്നും കൊടുത്തില്ല, പിന്നെ ഇപ്പിക്ക കൊടുത്ത്, പിന്നെ സിംഫോറിയസിന്റെ ഒരു ഇത് കൊടുത്തിരുന്ന്, കൂടുതലായിട്ട് വരാണെങ്കിൽ കൊടുക്കാനെന്ന് പറഞ്ഞ് അത് കൊടുത്തിരുന്നു. അപ്പൊ അതൊന്നും കൊടുക്കേണ്ടി വന്നില്ല, ഛർദിലൊക്കെ മാറി. പക്ഷെ ഛർദിൽ മാറിയിട്ട് പിന്നെ ഒന്ന് വഴക്ക് പറയേണ്ട ഒരു സന്ദർഭം വന്നു. കാര്യം ഛർദിൽ മാറ്റിയ അന്ന് വൈകുന്നേരം ബിരിയാണി, വീണ്ടും ഛർദിൽ വന്ന്. പിന്നെ ഏതായാലും അതുമൊക്കെ മാറിയൊക്കെ വന്നപ്പോൾ ഈ അടുത്ത സമയത്ത് അത് ലിവറിലോട്ട് നല്ല ലീഷൻ കൊടുത്തിരിക്കണം. ഞാൻ ഒന്ന് MRI ചെയ്തപ്പോൾ ലിവറിൽ പിന്നെ ഒത്തിരിയും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാനതിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കണം. പറഞ്ഞു വിട്ടാന്ന് വെച്ചാൽ ഒരിടവും പറഞ്ഞു വിടാനില്ല. നമ്മളെ തിരുവനന്തപുരം RCC പിന്നെ ലേക്ഷോറിൽ ഇതെല്ലാം ചികിത്സിച്ചിട്ട് എന്തെങ്കിലും ഹോമിയോയിൽ തന്നെ എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ എനിക്ക് അതിൽ ആ പ്രതീക്ഷ നശിച്ച ഒരു ഇതിലിരിക്കുന്നുണ്ട്. അതും ഒരു പരാജയം ആവുമോ എന്നുള്ളൊരു പേടിയിൽ എനിക്കാണ്. ഇനിയിപ്പോ സമയമായി, ഇനിയിപ്പോ അടുത്ത ഒരു ക്യാൻസർ ഉണ്ടത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഓക്കെ സാറേ. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പാർട്ടിസിപ്പേഷൻ ഏകദേശം 80-നടുത്ത്, ഇപ്പൊ 75 ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം. നല്ലൊരു വിജ്ഞാനപ്രദമായ ക്ലാസ്. എന്തായാലും ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് സമയമുള്ള 7 മിനിറ്റ്. ഹരിഹരൻ സാറിനെ ക്ഷണിക്കാം. ആദ്യം ഹരിഹരൻ സാർ. ഞാൻ ഒറ്റ മിനിറ്റ് എടുത്തു. ഓക്കെ ഡോക്ടറെ, ഈ തമ്പിലെ പിന്നെ ഈ ഇൻഗ്ലോയിങ് ടോണേജ് ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് ഏതാ?
ഇൻഗ്രോയിങ് ടോൺ നെയിൽസ്, അതായത് ഈ വിരലിലെ നമ്മുടെ വലിയ വിരലുണ്ടല്ലോ, ബിഗ് ടോ, ആ ബിഗ് ടോയുടെ നെയില് താപ്പോട്ട് വളരും. എന്നിട്ട് മാംസത്തിനകത്തേക്ക് തുളഞ്ഞു കയറും. അതിന്റെ ട്രീറ്റ്മെന്റ്, അലോപ്പതി ട്രീറ്റ്മെന്റ് പിന്നെ ഇതാണ്, നഖം പിഴുത് കളയുക, അതേ ഉള്ളു. നഖം പിഴുത് കളയുക. പക്ഷേ ഈ നമ്മുടെ മാഗ്നറ്റിക്സ് പോളോ അമ്പോ എന്നും പറഞ്ഞ ഒരു മെഡിസിൻ ഉണ്ട്, മാഗ്നറ്റിക്സ് പോളോ എന്നും പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അതിനകത്ത് ഇത് പറയുന്നുണ്ട്. പക്ഷേ there is no action. അതുപോലെ സിലീഷ്യ ഞാൻ കൊടുത്തു നോക്കി, there is no action. ഹെപ്പാസൾഫ് കൊടുത്തു. ഡോക്ടർ ഇനി ഒരു വേല ചെയ്താൽ മതി. ഇനി അതിന് തൂജ ടിഞ്ചറും വെച്ചിട്ട് ബാസിലിനകത്ത് കൊടുത്തേ. തൂജ ടിഞ്ചർ ആന്റി ഫംഗലായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതും കൊടുത്തിട്ട് അതിന് പിന്നെ അകത്ത് കൊടുക്കാനുള്ളത് നമ്മളെ ഇതുണ്ടല്ലോ, സൈലീഷ് ഒന്നും കൊടുത്താൽ ബാസിലിനും കൊടുത്താലേ ഞാൻ എന്റെ ആന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അതിന്റെ നഖം ശരിയാക്കണമായിരുന്നു ഒന്നാമത്തെ പണി. അതിന് ഞാൻ ഉപയോഗിച്ച മരുന്നെന്ന് പറയുന്നത് നമ്മളെ ചുണ്ണാമ്പം തുരിച്ച് ഇതുണ്ടല്ലേ, ക്രൈസ്റോബൻ ടിഞ്ചർ, ഇത് മൂന്നുമാണ് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് ആ പെയിന്റ് ബ്രഷ് വെച്ച് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ അടിച്ചാണത് ആന. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കാണുമ്പോൾ ആനയ്ക്ക് നല്ല ഒറിജിനൽ നഖത്തോടു കൂടി നിൽക്കുന്നതാണ് കാണുന്നത്. അല്ല ഡോക്ടറെ, ഇത് ഫംഗൽ അല്ലല്ലോ, ഇത് തുളഞ്ഞു കയറുമല്ലേ. ഇതൊരു ഡിഫോമിറ്റി ആണ് ആക്ച്വലി. ഡിഫോമിറ്റി ആണെങ്കിലും ഡോക്ടർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അത് നോക്കാം. ഡിഫോമിറ്റി മെക്സോളൊക്കെ നോക്കാം നമുക്ക്. ഇതിൽ എനിക്കൊരു നല്ല ഇത് കിട്ടണമെന്ന് വെച്ചാൽ, ഇത് ഈ വളഞ്ഞ് വീണ്ടും വരണമെങ്കിൽ അത് ഒരു ഡിഫോമിറ്റി തന്നെയാണ്. അപ്പം ഏതായാലും ഒന്ന് നോക്കിയാൽ മതി നമ്മളെ. ഓക്കെ ഹരിഹരൻ സാറേ, ഇനി അടുത്തത് നമുക്ക് മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടറെ ക്ഷണിക്കാം. ഓക്കെ. നന്ദി ഡോക്ടർ, എന്തായാലും വളരെ നന്നായിരുന്നു. ഈ അരുൺ ചന്ദ് ഡോക്ടറുടെ മകനാണോ? അതെ, എന്റെ സ്റ്റുഡന്റ് ആണ്. ശാരദകൃഷ്ണൻ എല്ലായിടത്തും അങ്ങനെ പറയാനാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ അവിടുത്തെ അദ്ദേഹത്തെ പുള്ളിയുടെ ഇപ്പൊ ഇവിടെ പത്തനംതിട്ടയാണല്ലേ? NHM അല്ലേ? പത്തനംതിട്ട. എല്ലാരും അറിഞ്ഞിരിക്കണമല്ലോ, അങ്ങനെ കാര്യം ഉണ്ടല്ലോ. പിന്നെ ഞാൻ നമ്മളെ അവിടെ ഒരു ഡോക്ടർ ഇതേപോലെ അഭിജിത്ത് പിന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായിരുന്നല്ലേ, അഭിജിത്ത്. നമ്മളെ ശാരദാകൃഷ്ണനെ പഠിപ്പിച്ചോണ്ടിരുന്നത് തന്നെ, അവിടുത്തെ മോൻ പഠിച്ചതിന്റെ സെക്കൻഡ് ബാച്ചിലുണ്ടായിരുന്നു. അഭിജിത്ത് എന്താണ്, ഒരു ഡെന്റൽ ഡോക്ടറെ മോനാണ്. മരിച്ചു അല്ലേ? ഡെന്റൽ ഡോക്ടർ. എന്റെ അടുത്ത് CK മോഹനനാണ്. CK മോഹനൻ ഞങ്ങൾ ഈ ജോർജ് എന്നൊക്കെ പറയും പോലെ ഞങ്ങളെല്ലാം ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ CK മോഹൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് ഗ്ലിയോമയ്ക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഗ്ലിയോമ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3 ഡോക്ടർമാർ പഠിപ്പിക്കുന്ന 3 ഡോക്ടർമാരുടെ അമ്മ ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റിലാണ്. ഒരു കുഴപ്പമില്ല, ഒരു സുഖമായിരിക്കും. അപ്പൊ ഞാൻ ഈ പിന്നെ പറഞ്ഞൊരു രാത്രി 11 ഈ ഡെന്റൽ ഡോക്ടർ ഈ ഫയലൊക്കെ കൊണ്ടുവന്ന് പഠിച്ചൊക്കെ നോക്കിയിട്ട് ഞാൻ മോന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചിട്ട്, നിനക്ക് ഈ അഭിജിത്ത് എന്താണ് പുള്ളിയുടെ പേര്? അഭിജിത്ത് തന്നെ. അപ്പൊ പുള്ളിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ അച്ഛൻ വിചാരിക്കുന്ന ഒരു ശരീരമല്ല, ഒരു 7 അടി പൊക്കമുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഡോക്ടറെ, ഞാൻ ഒന്ന് കണ്ടപ്പോഴാണെന്ന് പറഞ്ഞത് കട്ടിലിന്റെ താഴത്തെ കാലിന്റെ വശം അറുത്തിട്ട് കാല് വെളിയിലാണ് കിടക്കുന്നത്. പിന്നെ ഏതായിരുന്നു, എന്നാലും അത് എനിക്കും അതും ഒരു സാഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ അസുഖം ഇത്രയും RCCയിലും അമൃതയിലും പിന്നെ ശാരദാകൃഷ്ണനും CK മോഹനും എല്ലാം മരുന്ന് കൊടുത്തിട്ട് അവനെ ഞാൻ എഴുപ്പിച്ച് അവന്റെ സ്വന്തം കാലിൽ നിർത്തിയപ്പോഴാണ് അവന്റെ അച്ഛൻ ഒരു വേല ചെയ്തിട്ട് വലിയ ഒരു ഇത് ചെയ്ത് കളഞ്ഞു. കാര്യം പിന്നെ ഈ ഇൻഡോ അമേരിക്കൻ ഒരു ന്യൂറോ സെന്റർ എന്ന് പറഞ്ഞ് വൈക്കത്തൊരു സ്ഥാപനമുണ്ട്, വൈക്ക. അവിടെ പോയി കൺസൾട്ട് ചെയ്ത്, അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്ത് ഇങ്ങനെ അലോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഒരു മരുന്നിന്റെ ഒരു ക്യാപ്സ്യൂൾ ഇവന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ദേഹം മുഴുവനും അങ്ങ് ഈ ചിക്കൻ ബോക്സിന്റെ വരെ ബ്ലിസ്റ്ററായി. പിന്നെ എന്നെ വിളിച്ചോണ്ട് ചെന്ന് കാണിച്ച് ഞാൻ പിന്നെ റെസ്റ്റ് ഹൗസ് ആണ് കൊടുത്തത്. റെസ്റ്റ് ഹൗസും നെക്സോമിക്കും കൂടെ കൊടുത്ത് അത് കംപ്ലീറ്റ് മാറി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജലദോഷം വന്നിട്ട് പിന്നെ പുള്ളി ഇച്ചിരി ഒന്ന് ക്ഷീണിച്ച്. അപ്പൊ ഞാൻ ചെന്ന് കൂടെ പുള്ളി വന്ന് എന്നെ വിളിച്ചോണ്ട് പോകും അവനെ കാണാനായിട്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും പിന്നെ ഈ പുള്ളി ഈ ജലദോഷത്തിന്റെ മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് ഞാനൊരു പിന്നെ പുള്ളിക്കൊരു ക്ഷീണമുണ്ട്, ഞാനൊരു ട്രിപ്പ് കൊടുക്കട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പുള്ളി ഒരു ഡോക്ടറല്ലേ, പുള്ളി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് അതിന് ഒരു കാര്യമൊക്കെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി വിളിക്കണേ, ഡോക്ടറെ ഇതിന്റെ പിന്നെ ഇത് BP ലോ ആവണം. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഏത് മരുന്ന് കൊടുത്തത്? ഞാൻ RCC പോയി.
ഏത് മരുന്ന് നോക്കിയപ്പോ ഈ ഇൻഡോന്യൂറോ സെന്ററിൽ ഏറ്റവും പുതിയ മരുന്നായിരുന്നു ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടുക. അതിന് IV വെച്ച് അപ്പം മരിച്ചു. അങ്ങനെ എനിക്ക് മുഴിപ്പിക്കാൻ ഒക്കാത്ത എന്ന് വെച്ചാൽ എനിക്കൊരു അഹങ്കാരമായിരുന്നു. കാര്യം ഇത്രയും വലിയ ഡോക്ടർമാർ മോഹനൻ ഉൾപ്പെടെ നോക്കിയിട്ട് ഇവനെ എഴുപ്പിക്കാൻ കൊടുത്തില്ല, എനിക്കത് എഴുതിക്കാൻ സാധിപ്പിച്ചു എന്നുള്ളതിൽ ഇവനെ പുള്ളി ജനലിൽ പിടിച്ച് നിൽക്കും ആ കണക്കിന്. എന്നിട്ട് നമുക്കത് പൂർത്തിയാക്കാൻ ഒക്കാത്ത ഒരു വിഷം. ഓക്കെ സാർ, താങ്ക് യു. ഇങ്ങനെ ഓക്കെ. മനോജ് ഡോക്ടർ എന്താണ് പറയാൻ വന്നത്? കഴിഞ്ഞോ? എന്തോ മനോജ് ഡോക്ടർ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോന്ന് ചോദിച്ചത്. അല്ല, ഇനി ഒരു കാര്യമുണ്ട്. നമ്മുടെ അടുത്ത 26-ാം തീയതി നിയമദിനമാണ്, ദേശീയ നിയമദിനം. അപ്പോൾ ഭരണഘടനയും ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ക്ലാസ് ഉണ്ട്. ദയവായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അടുത്ത ഇനി ഒരാളോടുണ്ട്. സലീം കുമാർ ഡോക്ടറാണ്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഡോക്ടറെ സാറേ, അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ മെറസോളും ബ്രൈറ്റ് പൂച്ച കൊണ്ട് അതിന്റെ സീക്വൻസ് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇടയ്ക്ക കയറുക. വൈറൽ ഹെപ്പറ്റൈറ്റിസ് സാർ പറഞ്ഞില്ല, മെറസോൾ ബ്രൈറ്റ് പൂച്ച ചെല്ലുപണി. ഞാൻ 3 മരുന്ന് കൊടുക്കുമ്പോഴേക്കും ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ 3 മണിക്കുമ്പോൾ മിക്കവാറും തൂജ ഫസ്റ്റിൽ കാണും, രണ്ടാമത്തെ മെർസോൾ ആയിരിക്കും, 6, 7, 10 എല്ലാം ഒണ്ണം വന്നു. അപ്പൊ ഈ കണക്കിനാണ് കൊടുത്തത്. ഒരു ദിവസം ഒരു പ്രാവശ്യം അല്ലേ? അതല്ല, ഒരു മണിക്കൂർ ഗ്യാപ്പിൽ കൊടുക്കും. ആഹാരത്തിന് മുമ്പാണെങ്കിൽ അരമണിക്കൂർ മുമ്പ് കഴിക്കും. ആഹാരത്തിന് ശേഷം നിർബന്ധമായും 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറയും. MTയിൽ തന്നെ വേണം. പിന്നെ ഇതിന്റെ പഥ്യങ്ങളിലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് ഏലക്ക, കായം, കാപ്പി എന്നുള്ള ആ ഒരു സ്പൈസി ഉണ്ടല്ലേ, അതങ്ങ് ഒഴിവാക്കാൻ പറയും. അത്ര തന്നെ. ഓക്കെ സലീം കുമാർ ഡോക്ടറെ. അപ്പൊ നമ്മളെ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം എത്തി. നമുക്ക് സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ മനോജ് ഡോക്ടറെ ക്ഷണിക്കും. വളരെ നന്ദി ഡോക്ടറെ. വളരെ സ്പെഷ്യൽ, വളരെ കാര്യമായിട്ടുള്ള ഇതാണ് പറഞ്ഞത്. അതോടൊപ്പം വെങ്ങാനൂർ ഡിസ്പെൻസറിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതായത് സാറ് നേരത്തെ ജോലി ഇപ്പൊ സ്ഥാപനം വളരെ നന്നായിട്ടുണ്ട്. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ മാറി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും വളരെയധികം വിജ്ഞാനപ്രദമായ ക്ലാസ്സാണ്. 75-70 ആൾക്കാർ നമ്മുടെ നോട്ട് എപ്പോഴും അവിടെ ആയിരിക്കും, എത്ര പാർട്ടിസിപ്പൻസ് ഉള്ളതായിരിക്കും. എന്തായാലും നല്ല പാർട്ടിസിപ്പൻസ് ഉണ്ടായി. അതിനർത്ഥം എന്താണ്? പഠിക്കാൻ താല്പര്യമുള്ള ധാരാളം പേര് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം ഡോക്ടറെ, നമ്മളെ ആദ്യത്തെ എപ്പിസോഡ് ഇപ്പൊ 2K കഴിഞ്ഞ് എനിക്ക് അതിശയമായിരിക്കുന്നു. നമ്മളെ ഈ ഈ ക്ലാസിക്കൽ ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്. ഹോമിയോപ്പതിക്ക് എപ്പോഴും ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇതൊക്കെ സാധ്യമാണ്. IFHന്റെ പേരിൽ സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി മനോജ് ഡോക്ടറെ. എന്തായാലും സാർ ഒരു വട്ടം കൂടി വന്നു. എന്താ പടപടാന്നാണ് സാറിന്റെ ഓരോ കേസുകൾ സാറ് പ്രസന്റ് ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് ക്യൂറുകൾ സാറിന് കൊടുക്കാൻ ഇനിയും സാധിക്കട്ടെ. സാറ് കൂടുതൽ അനുഭവങ്ങളുമായിട്ട് ഇനി വരുമെന്നുള്ള പ്രതീക്ഷയിൽ മലയാളം സെഷൻ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ശുഭരാത്രി.